ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. അടിയൻ്റെ വിനീതമായ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് ലൈവില്ലായിരുന്നു, യാത്രയിലായിരുന്നു, വൃന്ദാവനത്തിലും മായപ്പൂരിലും. അപ്പം തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇതല്ല ഇവിടെ ഏക്താര കുറച്ച് ടൈറ്റാണ്. ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി. ഗൗര 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 ഹരി, ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി. കൊള്ളാല്ലേ? ഞാൻ സത്സംഗതി വരുന്നതിന് മുമ്പേ ഏകദേശം ഞാൻ ചോദിച്ച് റെഡിയാക്കിയതാണ്. മീരാബായിയുടെയൊക്കെ കീർത്തനിൽ നമ്മൾ ഈ വീണ കാണാറുണ്ട്. കണ്ടോ, ഇത് ഉണങ്ങിയ മത്തങ്ങയാണ്. മത്തങ്ങ ഉണക്കി മുള, പിന്നെ ഇത് 2 സ്ട്രിങ് ഉണ്ട്, ഒരു സ്ട്രിങ് പോയി. 2 സ്ട്രിങ് കൂടെ ചേരുമ്പോഴാണ് ഇത് സൂപ്പറായിട്ട് വായിക്കാൻ പറ്റുന്നത്. ഉള്ളിലിപ്പോൾ എന്താ തോന്നുന്നത് അറിയാം? ഈ വീണയായിട്ടങ്ങ് ഇറങ്ങുക. ലോകമെമ്പാടും ഇങ്ങനെ നടന്ന് പോവുക. ഒരു സ്ഥിരമായിട്ടൊരു സ്ഥലമില്ലാതെ, ഇന്ന് ഇവിടെയെങ്കിൽ നാളെ വേറൊരിടത്ത്, ഇങ്ങനെ മീരാബായിയെ പോലെ കീർത്തൻ പാടി നടക്കും. ഹരേ കൃഷ്ണ. ഇവിടുന്ന് വൃന്ദാവനത്തിൽ തിരിച്ചിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലും ജയ സച്ചിനന്ദൻ ഗൗർ ഹരി പറഞ്ഞു നടക്കും. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സ്വാഗതം. ഇന്നു മുതൽ ഗൗരഭാഗവതം ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് ആനന്ദം ലഭിക്കുന്ന അതിമനോഹരമായിട്ടുള്ള രീതികളായിരിക്കും. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടെങ്കിലും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഗൗരഭാഗവതം കേൾക്കാം. രാവിലെയും വൈകിട്ടും ഗൗർ പൂർണിമ വരെ മാക്സിമം നമുക്ക് ആസ്വദിക്കാം ഗൗരഭാഗവതം. ശ്രീമദ് ഭാഗവതം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആനന്ദമാണോ ലഭിക്കുന്നത്, അതിനെക്കാട്ടിയും എത്രയോ ഇരട്ടി ആനന്ദം നമുക്ക് ലഭിക്കും ഗൗരഭാഗവതം ചർച്ച ചെയ്യും. എന്താണ് ഈ ഗൗരഭാഗവതം? ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ. മഹാപ്രഭു അനുഗ്രഹിക്കുകയാണെങ്കിൽ അതൊരു ഗ്രന്ഥമാക്കി വരുത്താൻ ശ്രമിക്കാം, അല്ലേ? ജയ സച്ചിനന്ദന ഗൗര ഹരി. ആരാണ് ഈ ചൈതന്യ മഹാപ്രഭു? സാക്ഷാൽ ഗുരുവായൂരപ്പൻ. ഗുരുവായൂരപ്പൻ തന്നെ ഗുരുവായൂരപ്പൻ്റെ ഭക്തനായിട്ട് കലിയുഗത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ചു തരാനായിട്ട് മഹാപ്രഭു സ്വയം മഹാപ്രഭുവിൻ്റെ ഭക്തനായിട്ട് വന്നിരിക്കുകയാണ്. അതിസുന്ദരമായിട്ടുള്ള അവതാരമാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ. അന്നേരം ഗൗർ പൂർണിമ വരികയാണ്. ഹരേ കൃഷ്ണ. ക്ഷമിക്കണം. ഗൗർ പൂർണിമ വരെ
നമുക്ക് മഹാപ്രഭുവിൻ്റെ ലീലകളൊക്കെ ചർച്ച ചെയ്യാം. ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഹരി, ഗൗര 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 ഹരി, ഗൗര 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 ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ഗൗര 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 ഹരി, ഗൗര 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 ഹരി, ജയ സച്ചിനന്ദന 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 ഗൗര ഹരി, ഗൗര 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 ഹരി, ഗൗര 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 ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ഗൗര 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 ഹരി, ഗൗര 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 ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി, ജയ സച്ചിനന്ദന ഗൗര ഹരി. ഹരേ കൃഷ്ണ. ഇത് വല്ലാത്തൊരു ലഹരിയുള്ളൊരു സംഭവമാണിത്. വിരക്തിയുടെയും ഭക്തിയുടെയും ഉപകരണം. നമുക്ക് അധികം താമസിക്കാതെ സത്സംഗത്തിലേക്ക് എടുക്കാം. നമുക്കധികം സമയമില്ല. ഗോഡ് പൂർണിമയ്ക്ക് മുമ്പായിട്ട് മഹാപ്രഭുവിനെ കുറിച്ച് കംപ്ലീറ്റ് നമുക്ക് കേട്ട്, അതൊരിക്കലും കംപ്ലീറ്റ് ആവത്തില്ല. ഭഗവാന്റെ ലീലകൾ അനന്തമായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എന്നാലും നമുക്ക് ആരംഭിക്കാം. ഗുരു പ്രണാമ മന്ത്രങ്ങൾ സത്സംഗം തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ഉരുവിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ ഡയറക്റ്റ്ലി സത്സംഗത്തിലേക്ക് കിടക്കുകയാണ്. കാരണം നമുക്ക് കൂടുതൽ ലൈവിലുള്ള സമയം തീർച്ചയായിട്ടും പ്രണാമ മന്ത്രങ്ങൾ സത്സംഗത്തിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയാണ് കേട്ടോ. അന്നേരം നമ്മൾ അതിമനോഹരമായിട്ടുള്ള ലീലകളാണ് നമുക്ക് ചർച്ച ചെയ്യാം. ഗുരു പരമ്പര, അധികാരമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമുക്ക് ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് ഒന്നേന്ന് തുടങ്ങാം. ഇതുവരെ മഹാപ്രഭുവിനെ കുറിച്ച് കേട്ടവർക്കും ഇതുവരെ കേൾക്കാത്തവർക്കും ഒന്നേന്ന് തുടങ്ങാം. ഇന്ന് മുതൽ പുതിയൊരു അധ്യായം, ഗൗര ഭാഗവതം. ഗൗര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരാംഗൻ്റെ വളരെ ഷോർട്ടായിട്ട് നമ്മൾ വിളിക്കുന്നതാണ്. ഭഗവാനെ ഗൗരാംഗ മഹാപ്രഭു എന്നാണ് വിളിക്കുന്നത്. അന്നേരം ഭഗവാന്റെ കലിയുഗത്തിലുള്ള ഒരു അവതാരമാണ്. 500 വർഷങ്ങൾക്ക് മുമ്പേ ശ്രീ ചൈതന്യ മഹാപ്രഭു ഈ ഭൂമിയിൽ അവതരിച്ചിരുന്നു. ആരാണ് ചൈതന്യ മഹാപ്രഭു? സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെയാണ്. നമ്മൾ മലയാളികൾ ഒരുപക്ഷെ ഈ അവതാരത്തെക്കുറിച്ച് കേട്ട് കാണത്തില്ല. പക്ഷേ ശ്രീമദ് ഭാഗവത്തിലും ഇങ്ങനൊരു അവതാരത്തെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. നവയോഗേന്ദ്രങ്ങൾ നിമി രാജാവിനോട് സംസാരിക്കുന്ന സമയത്ത് ഈ മഹാപ്രഭുവിൻ്റെ ഈ അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമത്തിലും ഈ ഒരു അവതാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പുരാണങ്ങളിൽ പല റെഫറൻസുകളും ഉണ്ട്. പക്ഷേ ഇത് കൂടുതലും അറിയാത്തതിൻ്റെ മെയിൻ കാരണം ഭഗവാൻ സ്വയം ഇതൊരു രഹസ്യ അവതാരമായിട്ട് വെക്കണമെന്നായിരുന്നു. ഭഗവാന് സ്വയം ഭക്തിയുടെ രസത്തെ ആസ്വദിക്കണമെന്നുണ്ടായിരുന്നു. ഭഗവാനായിട്ട് ലീലകൾ ചെയ്യുകയാണ്, ഭഗവാന്റെ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണ്. പക്ഷേ ഒരു ഭക്തൻ ഭഗവാൻ എങ്ങനെ കാണുന്നു എന്നറിയാൻ വേണ്ടി ഭഗവാൻ സ്വയം
ഭഗവാന്റെ ഭക്തനായിട്ട് വരികയാണ്. ആ ഭക്തിഭാവം മൊത്തം സ്വീകരിച്ചത് ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തിയും ഭഗവാന്റെ ശക്തിയായ ശ്രീമതി രാധാറാണിയുടെ ഭാവം സ്വീകരിച്ചുകൊണ്ടാണ്. അതായത് സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വരികയാണ്. ശ്രീമതി രാധാറാണിക്ക് ഭഗവാനോട് എന്ത് പ്രേമമാണുള്ളത്, ആ പ്രേമ ഭാവത്തിലൂടെയാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നത് ശ്രീമതി രാധാറാണിയും ശ്രീകൃഷ്ണ ഭഗവാനും ഒന്നിച്ച ആളാണെന്നും കൂടെ പറയുന്നു. ഒന്നിച്ച്, അതായത് ഭഗവാനും ഭഗവതിയും ഒന്നിച്ചു കഴിഞ്ഞാൽ അത് ചൈതന്യ മഹാപ്രഭു എന്ന് പറയുന്നുണ്ട്. ആ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വരികയാണ്. നമുക്ക് എന്തായാലും കൂടുതൽ വിശദമായിട്ട് ആ ചരിത്രത്തിലൂടെ തന്നെ പഠിക്കാൻ ശ്രമിക്കാം. എല്ലാവരും തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ കമൻസിൽ ഗൗര ഗൗര എന്ന് ടൈപ്പ് ചെയ്യൂ. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ലീലകളിലേക്ക് കിടക്കാം. കരോതി വാചാലം ഭംഗം ലംഘയതി ഗിരിം യത്ര പാദം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. തുടങ്ങാം. എല്ലാം റെഡിയാണല്ലോ, നമുക്ക് തുടങ്ങാം. ഓക്കെ. ഭഗവാൻ കൃഷ്ണൻ ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ ഭൂമിയിൽ വരുന്നത്. ബ്രഹ്മദേവന്റെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000 യുഗങ്ങളാണ്. 1000 ദിവ്യയുഗങ്ങൾ. അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഇത് 1000 പ്രാവശ്യം ഗുണിച്ചു കഴിഞ്ഞാൽ അതാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അങ്ങനെ ബ്രഹ്മദേവന് 1000 ചതുർയുഗം ചേർന്ന രാത്രിയും കൂടെ ഉണ്ട്. അങ്ങനെ 1 മാസം, 12 മാസം, 1 വർഷം, 100 വർഷത്തോളമാണ് ബ്രഹ്മദേവൻ ജീവിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ പൊതുവെ ദ്വാപരയുഗത്തിലും ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിലുമാണ് വരുന്നത്. ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പേ ഭഗവാൻ വന്നിരുന്നു. അതായത് ബ്രഹ്മദേവന്റെ ഒരു ദിവസത്തിൽ, അങ്ങനെ ഓരോ ദിവസത്തിലും ഒരിക്കൽ മാത്രമാണ് ഭഗവാൻ വരുന്നത്. അങ്ങനെ സാക്ഷാൽ ഭഗവാൻ വന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദ്വാപരയുഗം, 5000 വർഷങ്ങൾക്ക് മുമ്പേ. ആ യുഗത്തിന് തൊട്ടു പുറമെ തന്നെ കലിയുഗത്തിൽ, അതായത് ഇപ്പോഴത്തെ കലിയുഗത്തിൽ 500 വർഷങ്ങൾക്ക് മുമ്പേ ചൈതന്യ മഹാപ്രഭു വന്നു. എന്നാൽ ഈ ഒരു സംഭവം നടക്കുന്നത് ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ്. അതായത് ഇപ്പോൾ 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗം ബ്രഹ്മദേവന്റെ ഈ ദിവസത്തിലെ. ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, ബ്രഹ്മദേവന്റെ ദിവസത്തിൽ 1000 ചതുർയുഗമാണുള്ളത്. 1000 ചതുർയുഗത്തിൻ്റെ ഇടയിൽ 14 മന്വന്തരങ്ങൾ നടക്കാറുണ്ട്. അതിൽ 6 മന്വന്തരങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ 7ാമത്തെ മന്വന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു മന്വന്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 71 ചതുർയുഗമാണ്. അതിൽ 28 ചതുർയുഗം കഴിഞ്ഞു. ഇനി ബ്രഹ്മദേവൻ്റെ എത്ര വർഷം കഴിഞ്ഞു എന്ന് വെച്ചാൽ 50 വർഷം ബ്രഹ്മദേവൻ്റെ കഴിഞ്ഞു. ഇപ്പോൾ 51ാമത്തെ വർഷത്തെ ആദ്യത്തെ ദിവസമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഈ ആദ്യത്തെ ദിവസത്തിലെ 6 മന്വന്തരം കഴിഞ്ഞു. അതിലെ 7ാമത്തെ മന്വന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഓരോ മന്വന്തരത്തിലും 71 ചതുർയുഗമുണ്ട്. നിങ്ങളത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമാണ്. അതായത് 100 വർഷം ബ്രഹ്മദേവൻ്റെ ആയുസ്സുണ്ടെങ്കിൽ അതിലെ 50 വർഷം ബ്രഹ്മദേവൻ്റെ കഴിഞ്ഞു. 51ാമത്തെ വർഷത്തെ ആദ്യത്തെ ദിവസം, അതിലെ 14 മന്വന്തരങ്ങൾ കഴിഞ്ഞു. അതിലെ ആദ്യത്തെ 14 മന്വന്തരങ്ങളിലെ ആദ്യത്തെ 6 മന്വന്തരം കഴിഞ്ഞു. അതിലെ 7ാമത്തെ മന്വന്തരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ് ഇപ്പോൾ നടക്കുന്നത്.
മനസ്സിലായില്ലേ? അതായത് സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ 71 പ്രാവശ്യം കറങ്ങുമ്പോൾ ഒരു മന്വന്തരമായി. അങ്ങനെ 6 മന്വന്തരം കഴിഞ്ഞ് ഇതിപ്പോൾ 7ാമത്തെ മന്വന്തരത്തിലെ 27 ചതുർയുഗം കഴിഞ്ഞ് ഇപ്പോൾ 28ാമത്തെ ചതുർയുഗമാണ് നടക്കുന്നത്. അന്നേരം ഈ ഒരു കലിയുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 29ാമത്തെ ചതുർയുഗം, അത് കഴിയുമ്പോൾ 30ാമത്തെ. എന്നിട്ട് ഈ ഒരു ചതുർയുഗത്തിന് മുമ്പേ ചതുർയുഗം എന്ന് പറഞ്ഞാൽ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, അങ്ങനെ. മനസ്സിലായല്ലോ? അങ്ങനെ അന്നേരം ഒരു ദിവസത്തിൽ, അതായത് ബ്രഹ്മദേവന്റെ 1000 ചതുർയുഗത്തിൽ ഒരു ചതുർയുഗത്തിലാണ് ഭഗവാൻ വരുന്നത്. ഒരു ചതുർയുഗത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബ്രഹ്മദേവന്റെ 1000 ചതുർയുഗം കലിയുഗത്തിൽ, ഈ ഭൂമിയിലുള്ളവരുടെ 1000 ചതുർയുഗമാണ് ബ്രഹ്മദേവന്റെ ഒരു ദിവസം. അന്നേരം 1000 ചതുർയുഗങ്ങളിൽ ഒരു ചതുർയുഗത്തിലാണ് ഭഗവാൻ വരുന്നത്. അത് ആ ചതുർയുഗത്തിലെ ഭഗവാൻ ദ്വാപരയുഗത്തിലും കലിയുഗത്തിലുമാണ് വരുന്നത്. അന്നേരം മറ്റു യുഗങ്ങളിൽ ഭഗവാൻ വരാറില്ലേ? ഭഗവാൻ വരാറുണ്ട്. പക്ഷേ ആദിപുരുഷനായ ഭഗവാൻ അല്ല വരുന്നത്, ഭഗവാന്റെ വിസ്തരണങ്ങളാണ് വരുന്നത്. അതായത് ഒറിജിനലി ഇതിൻ്റെ ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാം കാരണക്കാരനായ ആ ഭഗവാൻ സ്വയം വരികയാണ് 5000 വർഷം മുമ്പേ. സാധാരണ മറ്റ് യുഗങ്ങളിലൊക്കെ യുഗാവതാരങ്ങൾ, അതുകൂടാതെ ധർമ്മത്തെ സ്ഥാപിക്കാനായിട്ട് ഭഗവാൻ പല പല അസംഖ്യ അവതാരങ്ങൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിപ്പോൾ 28ാമത്തെ ചതുർയുഗമാണെന്ന് പറഞ്ഞല്ലോ. അടുത്ത 29ാമത്തെ ചതുർയുഗത്തിലും ശ്രീകൃഷ്ണ അവതാരം കാണും. പക്ഷേ ശ്രീകൃഷ്ണ അവതാരം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. പക്ഷെ ഭഗവാൻ യഥാർത്ഥ അവതാരമല്ല, ഭഗവാൻ സ്വയം ആണ്. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും വരും. പക്ഷേ ഇപ്പോൾ വരുന്ന ആളല്ല വരുന്നത്. ഇതേപോലത്തെ ഇപ്പം കാണിച്ച പോലെ വൃന്ദാവന ലീലകൾ അതൊന്നും കാണത്തില്ല. അത് അതിൻ്റേതായിട്ടുള്ള ഒരു ഏറ്റക്കുറിച്ചിലുകൾ കാണും. അന്നേരം ഈ വൃന്ദാവന ലീലകൾ അങ്ങനെയുള്ള വളരെ ഭഗവാന്റെ മാധുര്യമൊക്കെ ഇത്രത്തോളം കാണത്തില്ല. ആ ഗോലോക വൃന്ദാവനത്തിലെ ആ ഭഗവാൻ വരുന്നത് പ്രധാനപ്പെട്ട ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ആധാരമായിട്ടുള്ള അദ്ദേഹം വരുന്നത് ഈ ചതുർയുഗത്തിൽ ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ മാത്രമാണ്. അന്നേരം ആ ഒരു ചതുർയുഗമാണ് ഇപ്പോഴത്തെ ചതുർയുഗം, 28ാമത്തെ ചതുർയുഗം. അന്നേരം നമ്മൾ എത്ര ഭാഗ്യശാലിയാണെന്ന് നോക്കണേ. നമ്മൾ ഇതിനു മുമ്പേ ഉള്ള ചതുർയുഗങ്ങളിലും ഉണ്ടായിരിക്കാം. നമ്മുടെ കർമ്മം അനുസരിച്ച് ഏതാ യുഗങ്ങളിൽ ഏതാ ബ്രഹ്മാണ്ടത്തിലാണ് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷെ എന്നാലും ഈ ഒരു കലിയുഗത്തിൽ തന്നെ ജനിക്കാൻ കഴിഞ്ഞത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. കാരണം ഈ ഒരു കലിയുഗത്തിന് മുമ്പേ ഉള്ള ദ്വാപരയുഗത്തിൽ തന്നെയായിരുന്നു ആ പരമദിവ്യോത്തമ പുരുഷനായ ആദിപുരുഷനായ വൃന്ദാവന കൃഷ്ണൻ, ഈ ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ലോകത്തിൽ വന്നത്. അതിന് തൊട്ട് പുറകിലായിട്ട് അതേ ഭഗവാൻ തന്നെ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ, ഭക്തിഭാവത്തിൽ ചൈതന്യ മഹാപ്രഭുവായിട്ടും വന്നു. ഇത് രണ്ടും നടന്നിരിക്കുന്നത് ഈ ചതുർയുഗത്തിൽ തന്നെയാണ്. അത് നമ്മുടെ വലിയ ഭാഗ്യമാണ്. എന്നിട്ട് ഈ കലിയുഗം എന്ന് പറഞ്ഞാൽ പൊതുവെ വലിയ, നമുക്കറിയാമല്ലോ, കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്ക്, കാപട്യത്തിൻ്റെയും ഒരു സ്ഥലമാണ്. പൊതുവെ കലിയുഗത്തിൽ ഭൗതികമായിട്ട് സുഖമായിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായിട്ടൊരു കാര്യമാണ്. പക്ഷെ എന്നാലും ഏതെങ്കിലും ഒരു തരത്തിലുള്ള ദുഃഖം കലിയുഗത്തിൽ എപ്പോഴും കാണുന്നുണ്ട്. അന്നേരം കലിയുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമുദ്രമാണ്. ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒരു സമുദ്രമാണ്. എന്നിട്ട് ഈ ഒരു സംസാര സാഗരത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഭഗവാന്റെ തിരുനാമം ജപിക്കുകയല്ലാതെ വേറൊന്നും നമുക്ക് ഒരു രക്ഷയില്ല. തിരുനാമം തന്നെയാണ് ഏറ്റവും എളുപ്പവും ഏറ്റവും ഉയർന്ന മാർഗം. അത് ഏത് തിരുനാമം? അസംഖ്യം ഭഗവാന്റെ നാമങ്ങളുണ്ടെങ്കിലും അത് മറ്റ് ദേവന്മാരുടെ നാമങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ തന്നെ, ശ്രീകൃഷ്ണ ഭഗവാന്റെ തന്നെ നാമം, ആ ശ്രീകൃഷ്ണ നാമത്തിലൂടെ മാത്രമേ നമുക്ക് കലിയുഗത്തിൽ രക്ഷപ്പെടാൻ കഴിയും. ഭഗവാന്റെ മറ്റ് അവതാരങ്ങളുടെ നാമമുണ്ട്, അത് തീർച്ചയായിട്ടും. പക്ഷെ പ്രത്യേകിച്ചും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഈ ഒരു മന്ത്രത്തിലൂടെ മാത്രമേ നമുക്ക് കലിയുഗത്തിൽ പരമോന്നത സിദ്ധി കരസ്ഥമാക്കാൻ പറ്റൂ. എല്ലാ നാമങ്ങളും ഭഗവാന്റെ ശക്തിശാലിയാണെങ്കിലും മറ്റു ദേവന്മാരുടെ നാമങ്ങളെല്ലാം ഞാൻ പറയുന്നത് ഭഗവാന്റെ, അതായത് ഭഗവാന്റെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കുക വിഷ്ണു തത്വങ്ങൾ. വിഷ്ണു തത്വങ്ങൾ എന്ന് പറയുമ്പോൾ വിഷ്ണുവിൽ നിന്ന് വരുന്നതെന്നല്ല, പക്ഷെ പൊതുവേ
ഈ പ്രപഞ്ചത്തിൻ്റെ പരിപാലനം ഭഗവാൻ വിഷ്ണു രൂപത്തിലൂടെ എടുക്കുന്നതുകൊണ്ട് വിഷ്ണു തത്വം എന്ന് പറയുന്നു. പക്ഷെ ആദി വിഷ്ണു എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനാണ്. ആദി നാരായണൻ എന്നും പറയും. അന്നേരം ഭഗവാൻ കൃഷ്ണൻ, ഭഗവാന്റെ വിസ്തരണങ്ങൾ, ഭഗവാന്റെ അവതാരങ്ങൾ എല്ലാം വിഷ്ണു തത്വങ്ങളുടെ കാറ്റഗറിയിൽ പെടും. ശ്രീരാമസ്വാമി, നരസിംഹസ്വാമി, വരാഹസ്വാമി, മത്സ്യം കൂർമ്മം, വരാഹം, വാമനം, പരശുരാമൻ, ഇതെല്ലാം ഭഗവാന്റെ വിഷ്ണു തത്വങ്ങളിൽ പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ജീവതത്വങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനുഷ്യരും 84 ദശലക്ഷം ജീവവർഗങ്ങളിൽ പെടുന്നവരും അതുകൂടാതെ ദേവന്മാരും അതിൽപ്പെടും, ജീവതത്വത്തിൽ വരും. വിഷ്ണു തത്വം, ജീവതത്വം. പിന്നെ ശക്തി തത്വം. ശക്തി തത്വം എന്ന് പറയുമ്പോൾ ഭഗവാന്റെ ശക്തി, അതാണ് ഭഗവതി സ്വരൂപങ്ങൾ, സാക്ഷാൽ ശ്രീമതി രാധാറാണിയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന എല്ലാ ദേവി സ്വരൂപങ്ങളും. അന്നേരം ഈ പ്രപഞ്ചത്തിന്റെ ആധാരമായിട്ടുള്ള കുറേ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വിഷ്ണു തത്വം, ശക്തി തത്വം, ജീവതത്വം, ശിവതത്വം. ശിവതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു തത്വമല്ല, ജീവതത്വമല്ല. അതിൻ്റെ ഇടയിൽ ഈ പ്രപഞ്ചത്തിൻ്റെ കാര്യങ്ങളെ നിലനിർത്താൻ വേണ്ടി ഭഗവാന്റെ തന്നെ ഒരു പ്രത്യേക രൂപം, അതാണ് ശിവതത്വം എന്ന് പറയുന്നത്. അന്നേരം എന്തൊക്കെയാണ്? വിഷ്ണുതത്വം, ശിവതത്വം, ജീവതത്വം, ശക്തിതത്വം. ഇത് കൂടാതെ ജഡതത്വം. ജഡതത്വം എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രകൃതി. എല്ലാമാണ് ഈ പ്രപഞ്ചത്തിലെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത്. തത്വം എന്ന് പറഞ്ഞാൽ പരമസത്യം, ഒരിക്കലും മാറാത്ത സത്യം. ഇതിൽ എന്തൊക്കെയാണുള്ളത്? വിഷ്ണു തത്വം, പിന്നെ ശക്തി തത്വം, ശിവതത്വം, ജീവതത്വം, ജഡതത്വം. ഈ 5 തത്വങ്ങൾ. ഇതാണ് ഈ പ്രപഞ്ചത്തിൽ പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട പരമാർത്ഥങ്ങളൊക്കെ. ഇതിലാ വിഷ്ണു തത്വത്തിൽപ്പെട്ട ആരെയും നമുക്ക് പൂജിക്കാം. അതെല്ലാം നമുക്ക് മോക്ഷത്തിലേക്ക് എത്തിക്കും. മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരും ഇവിടെ ജനിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, നമ്മൾ ജനിക്കപ്പെടുകയാണ്. നമ്മൾ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, മരിക്കുകയാണ്. രോഗങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, രോഗങ്ങൾ വരികയാണ്. നിർബന്ധിതരാകുകയാണ്, നമ്മൾ ആയി പോവുകയാണ്. വൃദ്ധാവസ്ഥ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, അല്ലേ? വൃദ്ധാവസ്ഥ നമ്മൾ എന്തായാലും സ്വീകരിച്ചേ പറ്റൂ. അന്നേരം ഈ ദുരിതങ്ങളൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, നമ്മളത് അനുഭവിച്ചേ പറ്റൂ. അന്നേരം ഇതിൽ നിന്നുള്ള മോചനത്തിനെയാണ് ജനന, മരണ, വാർദ്ധക്യ, രോഗത്തിൽ നിന്നുമുള്ള മോചനത്തിനെയാണ് മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. അതാരാണ് ആഗ്രഹിക്കാത്തത്? ആരൊക്കെയാണ് ആഗ്രഹിക്കേണ്ടത്, അല്ലേ? അത് ആഗ്രഹിക്കാതെ ഇരുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമ്മൾ എത്ര കോടാനുകോടി രൂപയുണ്ടെങ്കിലും നമ്മൾ വാർദ്ധക്യത്തിൽ നിന്നും, മരണത്തിൽ നിന്നും, ജനനത്തിൽ നിന്നും രക്ഷ നേടിയില്ലെങ്കിൽ അതൊരു രക്ഷയാണോ? മനസ്സിലാവുന്നുണ്ടോ? അന്നേരം ഈ ഒരു രക്ഷ നമ്മൾ നേടിയെടുത്തില്ല എങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ജനിച്ചുകൊണ്ടിരിക്കും, വീണ്ടും വീണ്ടും രോഗബാധിതരായിട്ടിരിക്കും, വീണ്ടും വീണ്ടും മരിച്ചുകൊണ്ടിരിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കലിയുഗത്തിൽ ഈ ഒരു സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇത് നമ്മൾ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലുള്ളവർ കണ്ടുപിടിച്ച മന്ത്രമാണോ? അല്ല. ഗുരു ശിഷ്യ പരമ്പരയിലൂടെ. നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ഡോക്ടർ നൽകുന്ന മരുന്നല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത്. അന്നേരം ആധികാരികമായിട്ടുള്ള ഗുരു ശിഷ്യ പരമ്പരയിലൂടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭിച്ച മന്ത്രമാണ് ഹരേ കൃഷ്ണ മന്ത്രം. ഇത് നമ്മൾ അതേപടി സ്വീകരിച്ചേ പറ്റൂ. പക്ഷെ ഇത് മനസ്സിലാകണമെങ്കിൽ ഗുരു പരമ്പര സ്വീകരിക്കണം. അല്ലാതെ ചെറിയ വിഡ്ഢികൾ പറയും ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഹരേ രാമ എന്നാണ് ജപിക്കേണ്ടതെന്നല്ല. എങ്ങനെയാണോ ഡോക്ടറിനല്ലേ അറിയത്തുള്ളൂ. ഡോക്ടറിനല്ലേ അറിയത്തുള്ളൂ ഏതാ മരുന്നാണ് കഴിക്കേണ്ടത്. അല്ല രോഗിക്ക് എങ്ങനെയാ മരുന്ന് ഏതാന്ന് മനസ്സിലാവുന്നത്? ഡോക്ടർ നന്നായി നോക്കിയിട്ട് നമ്മുടെ രോഗത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള മരുന്നാണ് നൽകുന്നത്. അതുകൊണ്ട് നമ്മൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെയാണ് ജപിക്കേണ്ടത്. സാധാരണ രീതിയിൽ നമ്മുടെ യോഗ്യത അനുസരിച്ച് ഒരു ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വന്നു കഴിഞ്ഞാൽ കുറെ ജന്മങ്ങളിൽ നേടിയ സുകൃതിയുടെ അടിസ്ഥാനത്തിലാണ് ആ ജീവാത്മാവിന് തിരിച്ച് ഭഗവാന്റെ ലോകത്തെത്താൻ കഴിയുന്നത്. ഇതൊക്കെ ഞാൻ എന്തിനാ പറയുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയാലേ നമുക്ക് ചൈതന്യ മഹാപ്രഭു നമുക്ക് നൽകുന്ന കാരുണ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? അന്നേരം 2 ലോകങ്ങളുണ്ട്, ഭൗതിക ലോകം, ആധ്യാത്മിക ലോകം. ഇതിനെ മനസ്സിലാക്കാൻ നമ്മൾ നമ്മുടെ ശരീരത്തെ നോക്കിയാൽ മതി. ശില പ്രഭുപാദജി പറയുന്നു, ഈ ശരീരത്തിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ശരീരമാണ് ജനിക്കുന്നത്, ശരീരമാണ് വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നതും, ശരീരത്തിനാണ് രോഗം വരുന്നത്, ശരീരത്തിനാണ് മരണം സംഭവിക്കുന്നത്. ശരീരത്തിന് മരണം എങ്ങനെ സംഭവിക്കുന്നു?
ഒരു ഭക്ത ചോദിക്കുന്നു, പ്രഭുജി ഐ ഹാവ് എ ഡൗട്ട്, സോ ഇൻ എവറി ചതുർയുഗ ദർ എക്സിസ്റ്റ് ഡിഫറെൻറ്റ് രാമൻ, ഡിഫറെൻറ്റ് മഹാദേവൻ ആൻഡ് ഡിഫറെൻറ്റ്. യെസ്, ഡിഫറെൻറ്റ്, യെസ്. Every yuga it repeats, but the circumstances will be different. Clear? So this is not just an acting, but it is Lord is coming to this world for establishing dharma and for removing adharma. So that keeps on happening. So let's say a crime happens in a city, and police officers, they come and investigate and they do the necessary action. So more or less what a police officer does is the same thing, right? There's not much difference. So similarly, Ramayana, Mahabharata, it keeps on repeating, but the characters may be different, but Pandavas will be there, but the person who is involved in that character, based on the circumstances, for example, Lord Krishna himself is coming, so he will not exhibit his entire power. It's not necessary. He does not want to do that. Only as per the circumstances he will exhibit his complete powers. Clear? Okay. ഇവിടെ നമ്മുടെ ഈ ശരീരത്തിനകത്ത് നമ്മൾ ആത്മാവ് ഇരിക്കുകയാണ്, നമ്മൾ ഇരിക്കുകയാണ്. ഒരു ശരീരമാണ് മരണത്തിലൂടെയും. സോ ദ ഇവൻറ്റ്സ് റിമെയിൻ ദ സെയിം ഓൾമോസ്റ്റ്, ബട്ട് ഇൻ ഡീറ്റെയിൽസ് ഇറ്റ് മേ വേരി. See, for example, when Lord Ram is coming, he is coming to kill Ravan, but more than killing Ravan, the main target is all the Rakshasa Vamsha. Getting? So similarly, so Ravan becomes a tool for Lord Ram to kill all the adharmi Rakshasas. Similarly, Lord Krishna, when Lord Krishna comes to during the Mahabharata war, Kauravas are being killed. So Kauravas are just a tool of Lord Krishna to bring all the adharmi kings and for them to be killed together. Okay. അന്നേരം നമ്മളിവിടെ ശരീരത്തിനകത്ത് ആത്മാവുണ്ട്, ശരീരം അത് ജഡമാണെന്ന് മനസ്സിലാക്കുക. അന്നേരം ഈ ശരീരത്തിനാണ് രോഗാവസ്ഥയും വാർദ്ധക്യവും അതും ഇതൊക്കെ വരുന്നത്. ആത്മാവിന് ഈ ജരാവ്യാധി, ജനനം, മരണം ഇതൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ശരീരത്തിൻ്റെ ലോകമാണ് ഈ ലോകം. നമ്മൾ ഈ ശരീരത്തിനകത്ത് ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ലോകത്തിൻ്റെ ആവശ്യമുള്ളത്. പക്ഷെ ഇതിനകത്തിരിക്കുന്ന ആത്മാവിന് വേറൊരു ലോകമുണ്ട്, ആത്മീയ ലോകം. അങ്ങനെ രണ്ട് ലോകങ്ങളുണ്ട്. അന്നേരം ആത്മാവിൻ്റെ ലോകം, ആത്മീയ ലോകം, ആത്മീയ ശരീരവുമുണ്ട്. ആത്മീയ ശരീരത്തെ ഉപയോഗിച്ച് ഭഗവാന്റെ ആധ്യാത്മിക ലോകത്തിൽ നമുക്ക് ഇരിക്കാൻ കഴിയും. ഭഗവാന് നമ്മളെപ്പോലെ ഒരു ശരീരം എടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അന്നേരം ഈ ഒരു യാഥാർത്ഥ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത് ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മാത്രമാണ്. അപ്പോൾ ഇതിനു മുമ്പേ ഉള്ള യുഗങ്ങളിലൊക്കെ ചൈതന്യ മഹാപ്രഭു വരുന്നതിന് മുമ്പേ തിരിച്ച് ഒരു ആത്മാവിന് ബദ്ധാവസ്ഥയിൽ നിന്നും മുക്താവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ, മുക്താവസ്ഥ എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ലേ, ജനന മരണ അസുഖ അതിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്നത് ഒരുപാട് 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 സുഹൃതി, ഒരുപാട് തപശ്ചര്യകളൊക്കെ ചെയ്താലായിരുന്നു. പക്ഷെ കലിയുഗത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ജീവാത്മാവിന് ഭഗവാന്റെ ലോകത്തേക്ക് പോകാൻ പറ്റും. അതും സാധാരണ ഒരു മോക്ഷമല്ല, ഗോലോക പ്രാപ്തിയിലേക്ക് എത്താൻ പറ്റും ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലൂടെ. ഇതാണ് ചൈതന്യ മഹാപ്രഭു നൽകിയ ഏറ്റവും വലിയ കാരണം. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് മുന്നോട്ട് പോകാം. സത്യയുഗത്തിൽ പൊതുവെ ജനങ്ങൾ 1,00,000 വർഷത്തോളം ജീവിച്ചിരുന്നു. ത്രേതായുഗത്തിൽ ഏകദേശം 10,000 വർഷങ്ങൾ, ദ്വാപരയുഗത്തിൽ 1000 വർഷങ്ങൾ. അന്നേരം ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറയുമ്പോൾ തന്നെ ഭഗവാൻ ഏകദേശം മുത്തശ്ശനായിരുന്നു, 125 വയസ്സുണ്ടായിരുന്നു. പക്ഷെ ഭഗവാന്റെ ശരീരം ആധ്യാത്മിക ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം 20-25 വയസ്സുള്ള പ്രായമുള്ള പയ്യനായിട്ടേ തോന്നിക്കും. ഭഗവാന് വൃദ്ധാവസ്ഥയില്ല. എന്തുകൊണ്ട് വൃദ്ധാവസ്ഥയില്ല? ആത്മീയ ശരീരമാണ്. ഭൗതിക ശരീരത്തിനാണ് വൃദ്ധാവസ്ഥ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജനനം, രോഗം, വാർദ്ധക്യം, മരണം, ഇതെല്ലാം ഭൗതിക ശരീരത്തിനേ ഉള്ളൂ. ആധ്യാത്മിക ശരീരത്തിന് ഇതൊന്നുമില്ല.
പക്ഷെ കലിയുഗത്തിൽ നമുക്ക് സത്യയുഗത്തിനെ പോലെ ആയുസോ ത്രേതായുഗത്തിനെ പോലെ 1,00,000 വർഷം, ത്രേതായുഗത്തെ പോലെ 10,000 വർഷമൊന്നും ആയുസില്ല. ദ്വാപരയുഗത്തെ പോലെ 1000 വർഷം ആയുസൊന്നുമില്ല. നമ്മുടെ ആയുസ് വളരെ കുറവാണ്. നമ്മൾ ആകെ ജീവിക്കുന്നത് 100 വർഷത്തോളമായിരിക്കും ഏകദേശം. അത്രയും പോലും ഇല്ല. ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 60-70 കഴിയുമ്പോഴേ നമ്മളുടെ ഒരുപാട് രോഗങ്ങൾ നമ്മളെ ബാധിക്കും. പിന്നെ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഏകദേശം അങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥകളൊക്കെ, അല്ലേ? അതുകൊണ്ട് മറ്റു യുഗങ്ങളെ പോലെ ഒരുപാട് തപശ്ചര്യകളൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല. ഇതൊക്കെ നമ്മൾ സത്സംഗത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഒന്നും കൂടെ ഒന്ന് റിഫ്രഷർ എടുക്കുകയാണ്, ഒന്നുകൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാൻ. കാരണം ആരാണ് ഗൗരാംഗ മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു ആരാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ബേസിക്സ് എല്ലാം നമ്മൾ ക്ലിയർ ആവും, അല്ലേ? അതുകൊണ്ട് ഈ ഒരു കലിയുഗത്തിൽ ആത്മസാക്ഷാത്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രത്യേക വഴി തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വഴി നൽകാനാണ് സ്വന്തം ജീവിതത്തിലൂടെ കാണിക്കുകയാണ് ചൈതന്യ മഹാപ്രഭു. എങ്ങനെയാണ് നമ്മൾ ഈ കലിയുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ നൽകിയ പാഠങ്ങൾ, ഭഗവാൻ എങ്ങനെയാണ് പാഠങ്ങൾ നൽകിയത്? ഒന്ന് ഭഗവത്ഗീതയിലൂടെ, പിന്നെ ഭഗവാന്റെ ലീലകളിലൂടെ, ശ്രീമദ് ഭാഗവത്തിലൂടെ. പിന്നെ ഭഗവാൻ സ്വയമാണ് വേദഗ്രന്ഥങ്ങളെല്ലാം നൽകിയിരിക്കുന്നത്, വ്യാസമഹർഷിയായിട്ട് എഴുതി. അന്നേരം കലിയുഗത്തിൽ നമുക്ക് എങ്ങനെ ഈ വേദഗ്രന്ഥങ്ങളെയൊക്കെ ആചരിക്കണം, എങ്ങനെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കണം, സർവോപരി ഭഗവാന്റെ ലോകത്തേക്ക് എങ്ങനെ പോകാം, ആ പരിശുദ്ധ കൃഷ്ണപ്രേമം എങ്ങനെ ലഭിക്കാം. എന്താണ് ഈ കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞാൽ? കൃഷ്ണപ്രേമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തുകൊണ്ട് ഇവിടെ വന്നു, ഞാൻ സത്സംഗത്തിൽ പല പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ലോകത്ത് ഭഗവാന്റെ പാർഷദരായിട്ട് ജീവിച്ചിരുന്നവരാണ്. പക്ഷെ ഭഗവാനോട് ഒരു അസൂയ മനോഭാവം പുലർത്തിയപ്പോഴാണ്, ഭഗവാന് ദേഷ്യം വന്നിട്ടല്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കണമെന്ന് വളരെ തീവ്രമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ട് അതിനെ പൂർത്തീകരിക്കാൻ വേണ്ടി ഭഗവാൻ ഇവിടെ ഒരു അവസരം നൽകിയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ആ ദ്വേഷഭാവം എപ്പോൾ മാറുന്നുവോ, ഭഗവാനോടുള്ള പ്രേമം വളരെ ശക്തമാകുന്നുവോ, അപ്പോൾ നമുക്ക് ഭഗവാന്റെ അടുത്ത് പോകാൻ പറ്റും. അന്നേരം ഇപ്പം നമുക്ക് ഭഗവാനോട് പ്രേമം ഇല്ലേ? നമ്മൾ ഭക്തിയിലൊക്കെ ആണല്ലോ, നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പ്രേമം ജാഗൃതമായിട്ടില്ല. കാരണം ഈ പ്രേമം എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി അത് എല്ലാ ജീവാത്മാക്കളുടെ ഉള്ളിലും ഉള്ള ഒരു പ്രവണതയാണ്. പക്ഷെ ഇപ്പം എന്താ പറ്റിയിരിക്കുന്നത്? ഭഗവാനോടുള്ള ദ്വേഷ മനോഭാവത്താൽ അത് മറഞ്ഞു കിടക്കുകയാണ്. അതായത് ഒരു വിത്തിൻ്റെ ഉള്ളിൽ ആ ഒരു മരത്തിൻ്റെ, വലിയൊരു മരത്തിൻ്റെ വിത്താണെന്നിരിക്കട്ടെ, ആ വിത്തിന് പൊട്ടിമുളയ്ക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷെ പൊട്ടി മുളയ്ക്കണമെങ്കിൽ ആ പൊട്ടി മുളയ്ക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വേണം, മണ്ണ് വേണം, വെള്ളം വേണം, എപ്പോഴേ അത് പൊട്ടിമുളയ്ക്കാൻ കഴിയും, അല്ലേ? ആ ഒരു അവസ്ഥ അതിനില്ല എങ്കിൽ, മരുഭൂമിയിലാണ് അത് കിടക്കുന്നതെങ്കിൽ, വെള്ളമൊന്നും ഇല്ലാതെ ഉഷ്ണഭൂമിയിലാണെങ്കിൽ ആ വിത്ത് ഒന്നും ചെയ്യാൻ കഴിയില്ല, വിത്ത് നശിച്ചു പോകും. അതേപോലെ നമ്മുടെ ഉള്ളിലും എല്ലാ ജീവാത്മാക്കളുടെയും, നമ്മൾ ഏത് മതക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും, നമ്മൾ മൃഗജാലങ്ങളാണെങ്കിലും, നമ്മൾ ചെടി വൃക്ഷങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ ഭഗവാനോടുള്ള ഒരു പ്രേമമുണ്ട്. പക്ഷെ ആ പ്രേമത്തെ വളരാനുള്ള സാഹചര്യം ലഭിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി നിരീശ്വരവാദിയാവുന്നതും ഈശ്വരനിൽ വിശ്വസിക്കാത്തതും ഒക്കെ ആ സാഹചര്യം ലഭിക്കാത്തതുകൊണ്ടാണ്. ആർക്കും ആ സാഹചര്യം ലഭിച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ കൃഷ്ണപ്രേമം വർദ്ധിക്കും. ഇപ്പോൾ ശില പ്രഭുപാദി വിദേശ രാജ്യങ്ങളിൽ പ്രചരണം ചെയ്തു, അല്ലേ? എന്തുകൊണ്ട് അവർക്ക് ഇതൊക്കെ സ്വീകരിക്കാൻ പറ്റി? കാരണം അവരുടെ ഉള്ളിലും ഭഗവാനോടുള്ള ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറയാൻ കഴിയില്ല, പ്രേമം. രണ്ടും തമ്മിൽ വ്യത്യാസം എന്താ? ഭക്തി എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ പല അവസ്ഥകളാണ്. ഭക്തിയുടെ പരമോന്നത അവസ്ഥയാണ് പ്രേമം എന്ന് പറയുന്നത്. ഭക്തിയുടെ പല തലങ്ങളുണ്ട്. ഭക്തിയുടെ തുടക്കം, ഭക്തിയിൽ പുരോഗമിച്ച് ആ ഭക്തിയുടെ പരമോന്നത അവസ്ഥയിൽ നമ്മുടെ ഭക്തി പ്രേമമായിട്ട് മാറും. അതായത് പ്രേമം എന്ന വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് കാമുകന്മാരുമായിട്ടുള്ള പ്രേമം, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവുമായിട്ടുള്ള പ്രേമം, ആ ഒരു കാമത്തെയാണ് നമ്മൾ പ്രേമമായിട്ട് കാണുന്നത്. പക്ഷെ പ്രേമം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് ആർക്കും ആരോടും ആ പ്രേമം കാണത്തില്ല. ഒരു ജീവാത്മാവിന് ഭഗവാനോട് തോന്നുന്ന ആ വികാരത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. അത് ഭഗവാനോട് മാത്രമേ തോന്നാൻ കഴിയൂ. കാരണം ആ പ്രേമത്തിൻ്റെ
സ്രോതസ്സാണ് ശ്രീമതി രാധാറാണി. ശ്രീമതി രാധാറാണിയുടെ പ്രേമം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും ഉള്ളത്. എന്നിട്ട് ആർക്ക് വേണ്ടിയുള്ള പ്രേമമാണ്? അത് കൃഷ്ണനോടുള്ള. അന്നേരം പ്രേമത്തിൻ്റെ ഭാജനമായത് ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ ഉള്ളൂ. വേറെ ആർക്കും ആരെയും പ്രേമിക്കാൻ കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്തിനേറെ പറയുന്നു, തമ്മിൽ ആർക്കും പോലും പ്രേമിക്കാൻ കഴിയില്ല. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ, ഭഗവാനോട് മാത്രമേ ആ പ്രേമം എന്ന വികാരം വരാൻ സാധ്യതയുള്ളൂ. ബാക്കി ആരോട് തോന്നുന്ന ആ പ്രേമം എന്ന് തോന്നുന്നത് അതൊന്നും പ്രേമമല്ല. യഥാർത്ഥത്തിൽ ഇതെല്ലാം കാമമാണ്. കാരണം ഒറിജിനലി നമ്മുടെ ഉള്ളിലെ ആ സോഫ്റ്റ്വെയർ അങ്ങനെയാണ്. അന്നേരം അതിനനുസരിച്ചല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. അന്നേരം ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ അംശമാണ്. അത് ഒരു കൊച്ചുകുട്ടിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കൈക്കുഞ്ഞായിട്ടിരിക്കുമ്പോൾ അത് നേരെ ചൊവ്വ കണ്ണുപോലും തുറന്ന് കാണത്തില്ല, കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല. പക്ഷെ ആ കുഞ്ഞിന് അമ്മയുടെ ആ ഒരു സ്പർശനം കിട്ടാതെ ഒരു രക്ഷയില്ല. അതേപോലെയാണ് നമ്മളെല്ലാവരും യഥാർത്ഥത്തിൽ. എത്ര നിരീശ്വരവാദം പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എല്ലാവരും, എല്ലാ ജാതിക്കാരും, എല്ലാ മതക്കാരും, എല്ലാ ജീവജാലങ്ങളും യഥാർത്ഥത്തിൽ കൃഷ്ണഭക്തരാണ്, ഭഗവാൻ കൃഷ്ണനെ പ്രേമിക്കേണ്ടവരാണ്. പക്ഷേ ആ ഒരു ബോധത്തിലേക്ക് ഒരു ജീവാത്മാവ് ഉയരണമെങ്കിൽ ആ ബോധത്തിനെ ഉണർത്താനുള്ള സാഹചര്യങ്ങൾ, അവസരങ്ങൾ ആ ജീവാത്മാവിന് കിട്ടണം. ഒന്നുകിൽ എങ്ങനെയൊക്കെയോ ഭാഗ്യവശാൽ, അല്ലെങ്കിൽ ആ ജീവാത്മാവ് സ്വയം തിരഞ്ഞെടുക്കണം. ഇപ്പോൾ നിങ്ങൾ ഭക്തർ തന്നെ, ഇത് ആദ്യത്തില്ല, പക്ഷെ വർഷങ്ങളായിട്ട് സത്സംഗം കേൾക്കുന്ന ഭക്തർ, നിങ്ങൾക്കിപ്പോൾ ഭഗവാനോടുള്ള ആ ഒരു പ്രേമം, സമാധാനവും സന്തോഷം കിട്ടുന്നില്ല. എന്തുകൊണ്ട്? നിങ്ങൾ എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇപ്പം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആരാണ്? ആത്മാവ്. അന്നേരം ആത്മാവ് എന്താണോ ചെയ്യേണ്ടത് അതാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷമിക്കണം, ഇൻ്റർനെറ്റ് കട്ടായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു വന്നത്, ആത്മാവ് എന്താണോ ചെയ്യേണ്ടത് അതാണിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുമ്പോഴാണ് ആത്മാവിന് ഒരു സംതൃപ്തി ലഭിക്കുന്നത്. നമ്മൾ ചെയ്യേണ്ട കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടും. അത് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കൊരു സമാധാനക്കേടുണ്ടാവും, അല്ലേ? ഉദാഹരണത്തിന് ഒരു ജോലിക്കാരൻ, മുതലാളി ആ വ്യക്തിയെ ജോലിക്ക് നിർത്തിയിരിക്കുകയാണ്. അന്നേരം ആ വ്യക്തിയിൽ നിന്ന് ഇത്രയെങ്കിലും ജോലി പ്രതീക്ഷിക്കുമല്ലോ. അന്നേരം ആ ജോലി ആ വ്യക്തി ചെയ്യുന്നില്ല എങ്കിൽ ആ വ്യക്തിക്ക് ഒരു അതൃപ്തി കാണത്തില്ല. എന്തായാലും ഒരു ടെൻഷൻ കാണും. പിടിക്കപ്പെട്ടാലോ, എങ്ങനെയാണ് കള്ളത്തരം കാണിക്കുമ്പോഴൊക്കെ. അതേപോലെ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ഭഗവാന്റെ സേവനം ചെയ്യേണ്ടവരാണ്. അത് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല. നമ്മൾ ആരായാലും എന്തായാലും എന്തൊക്കെ ലഭിച്ചാലും ഭഗവാനെ ഒഴികെ, ഭഗവാന്റെ കാര്യങ്ങൾ ഒഴികെ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതൊന്നും നമുക്ക് സമാധാനവും സംതൃപ്തിയോ നൽകത്തില്ല. മനസ്സിലാക്കും. ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു, സാക്ഷാൽ ഗുരുവായൂരപ്പൻ, നമ്മളെ ആ പരമോന്നത അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സത്സംഗത്തിൽ വന്നതിന് ശേഷം പറയൂ, നിങ്ങളുടെ കമൻസിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഈ ഒരു സത്സംഗത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് മാറ്റം അനുഭവപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് ആ അവസരം ലഭിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ല, വിത്തിൻ്റെ ഉദാഹരണം പറഞ്ഞതുപോലെ വിത്തിന് വളരാനുള്ള സാഹചര്യം ലഭിച്ചപ്പോൾ വിത്ത് പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. അന്നേരം നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ ലോകത്ത് കാണുന്ന ഒരു സാധാരണ ഒരു ഓർഗനൈസേഷൻ അല്ല ഇത്. സാധാരണ ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു കാണും, പ്രതിഷ്ഠ കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും, അതിൻ്റെ പേരിൽ ഹോമം, അർച്ചന, അതെന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലേ? നമ്മൾ ഇവിടെയും അതേപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു ഗുരു പരമ്പരയുണ്ട്, ആധികാരികമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ പരമ്പരയുണ്ട്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്പിരിച്വൽ ഓർഗനൈസേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ടേ ഉള്ളൂ. യഥാർത്ഥത്തിൽ സ്പിരിച്വൽ അല്ല. നമ്മൾ അവരെ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കണക്ടിവിറ്റി കിട്ടത്തില്ല. എന്തൊക്കെയോ ഉണ്ട് എന്നേ ഉള്ളൂ. അത് ഏതൊക്കെയോ രീതിയിൽ നമുക്ക്, അതായത് ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ച് എന്ന് പറയത്തില്ലേ, ഒരു പ്രോപ്പർ വ്യക്തമായിട്ടുള്ള രീതിയിൽ. ഇപ്പോൾ ഒരു കുട്ടിക്ക് പഠിക്കണമെന്നിരിക്കട്ടെ, ആ കുട്ടി അവിടുന്ന് കുറച്ച് പഠിച്ചു, ഇവിടുന്ന് കുറച്ച് പഠിച്ചു, അങ്ങനെ കുറേ പുസ്തകങ്ങൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ
ഒന്നുമില്ലാത്തടത്ത് എന്തെങ്കിലും അറിയാവുന്നേ ഉള്ളൂ. പക്ഷെ പ്രോപ്പറായിട്ടൊരു സിലബസ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അപ്പോഴല്ലേ ഒരു ഒരു അതായത് 1ാം ക്ലാസ്, 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ് അങ്ങനെയൊക്കെ പഠിക്കുമ്പോഴല്ലേ അതൊരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ്. അതും അത് ആധികാരികമായിട്ടുള്ള സ്കൂളാകുമ്പോൾ എന്താ അതിൽ നിന്ന് നമ്മളൊരു സ്റ്റാൻഡേർഡ് പ്രതീക്ഷിക്കാൻ പറ്റും, ഒരു ക്വാളിറ്റി പ്രതീക്ഷിക്കാൻ പറ്റും, ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ. അന്നേരം അതേപോലെ ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ പോകുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്. അല്ലാതെ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അത് ആധികാരികമല്ല എങ്കിൽ ഒരു പക്ഷേ അവിടെ ആരുടെ പേരിലാണോ ഓർഗനൈസേഷൻ നടക്കുന്ന ആൾ വളരെ ഫേമസ് ആയിരിക്കും, വേൾഡ് ഫേമസ് ആയിരിക്കും. പക്ഷേ നമ്മൾ ആ ഫെയിമിൻ്റെ പുറത്ത് പോകുന്നതിൽ അർത്ഥമില്ല. നമുക്ക് എവിടെയാണോ എഡ്യൂക്കേഷൻ കിട്ടുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. ഒരു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിരിക്കണം. അപ്പോഴാണ് നമുക്ക് കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകുന്നത്. ഉദാഹരണത്തിന് രോഗബാധിതരായിട്ടുള്ള വ്യക്തികൾ, അവർ എവിടെ ചെന്നാലാണ് എൻ്റെ രോഗം മാറാൻ കഴിയുക, അവിടെയല്ലേ നമ്മൾ പോകേണ്ടത്. അല്ല എനിക്ക് ആ ഡോക്ടറെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ പോകുന്നതിൽ കാര്യമില്ല. നമ്മുടെ രോഗം എവിടെ മാറാൻ പറ്റുമോ അതിനുള്ള പ്രാപ്തി ആ ഡോക്ടറിനുണ്ടോ, അതാണ് നമ്മൾ പൊതുവെ ചെക്ക് ചെയ്യേണ്ടത്. അന്നേരം ആധികാരികമായിട്ടുള്ള ഈ ഒരു ഗുരുശിഷ്യ പരമ്പരയിലൂടെ നമ്മൾ പോകുമ്പോൾ ഇത് വളരെ സിസ്റ്റമാറ്റിക്കും പ്രാക്ടിക്കലായിട്ടുള്ളൊരു അപ്രോച്ചുമാണ്. ഇതിലൂടെ ഒരു ജീവാത്മാവിന് ആ നഷ്ടപ്പെട്ട സൗഭാഗ്യം എന്താണ്, ഭഗവാന്റെ ലോകത്തിൽ നിന്നും സംഭവിച്ച അധപ്പതനം, ആ അധപ്പതനത്തിൽ നിന്നും നമ്മൾ തിരിച്ച് വീണ്ടെടുക്കാൻ പറ്റും. ഭഗവാന്റെ അടുത്തുള്ള ഒരു സ്ഥാനത്തേക്ക് നമ്മൾ ഉയർത്തപ്പെടാൻ പറ്റും. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരണം. ഇതെല്ലാവർക്കും ക്ലിയർ ആയല്ലോ അല്ലേ? ആരാണ് ചൈതന്യ മഹാപ്രഭു? മഹാപ്രഭുവിൻ്റെ കാരുണ്യം എന്താണ് എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി മഹാപ്രഭു വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. തുടങ്ങാം. എല്ലാവരും റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ കമൻസിൽ ഗൗര എന്ന് പറയും. തുടങ്ങാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നാരദ മഹർഷി ഒരിക്കൽ ദ്വാരക സന്ദർശിച്ചു. അവിടെ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. അന്നേരം ചൈതന്യ മംഗൾ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതായത് ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് ഒരുപാട് ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ചൈതന്യ ചരിതാമൃതം, ചൈതന്യ ഭാഗവത്, ചൈതന്യ മംഗൾ, ശ്രീകൃഷ്ണ ചൈതന്യ, അങ്ങനെ ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. അന്നേരം അതിൽ അതേപോലെ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് എന്താണ്, ചൈതന്യ മംഗൾ എന്ന് പറയുന്നത്. നമുക്ക് ആരംഭിക്കാം. ആ ചൈതന്യ മംഗളത്തിൽ പറയുന്നു, നാരദ മഹർഷി കലിയുഗം വരുന്നതായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് കലിയുഗവാസികളെ രക്ഷപ്പെടുത്താൻ എന്താണ് പരിഹാരം, കലിയുഗത്തിലെ ദുരിതങ്ങളിൽ നിന്നും കലിയുഗവാസികൾ, അതായത് നമ്മളെക്കുറിച്ച് നാരദ മഹർഷി ഭഗവാനോട് ചോദിക്കാമെന്ന് കരുതി. അങ്ങനെ നാരദ മഹർഷി ദ്വാരകയിലേക്ക് എത്തി ഭഗവാനെ കാണാനായിട്ട്. ആ സമയത്ത് ഭഗവാൻ സത്യഭാമ ദേവിയുടെ കൊട്ടാരത്തിലായിരുന്നു. എന്നിട്ട് ഭഗവാൻ രുക്മിണി ദേവിയുടെ അടുത്ത് പറഞ്ഞു, രുക്മിണി ദേവിയുടെ കൊട്ടാരത്തിലേക്ക് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് രുക്മിണി ദേവി എന്ത് ചെയ്തു, കൊട്ടാരമൊക്കെ വളരെ വൃത്തിയാക്കി എല്ലാ ദാസിമാരെ കൊണ്ട്, എന്നിട്ട് കുട്ടികളെയൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ചു കൊടുത്തു. എന്നിട്ട് ഭഗവാൻ വരുമ്പോൾ ശുഭമന്ത്രങ്ങൾ ഉരുവിടാനായിട്ട് ബ്രാഹ്മണരെ തയ്യാറാക്കി. പിന്നെ അവിടെ എല്ലാം നല്ല ശുഭമായിട്ടുള്ള ശുദ്ധ വെള്ളം കൊണ്ട്, പല പല തീർത്ഥസ്ഥലങ്ങളിലുള്ള വെള്ളം കൊണ്ട് അവിടെ കുടങ്ങളൊക്കെ നിറച്ചു. വാഴയൊക്കെ അലങ്കാരങ്ങളൊക്കെ ആയിട്ട്, പിന്നെ കരിമ്പ്, ഇതൊക്കെ നമ്മൾ പൂജാ സമയങ്ങളിലാണല്ലോ ചെയ്യുന്നത്. ഭഗവാൻ വരുന്നത് തന്നെയാണല്ലോ ഏറ്റവും വലിയ ഐശ്വര്യം.
അതുകൊണ്ട് ഭഗവാനെ എല്ലാവിധ ശുഭചിഹ്നങ്ങളും കാണുന്ന രീതിയിൽ അവിടെ എല്ലാം അലങ്കരിച്ചു. ഭഗവാൻ വന്ന ഉടൻ തന്നെ ഭഗവാന് വലിയൊരു സ്വാഗതം രുക്മിണി ദേവി തയ്യാറാക്കി. ഭഗവാൻ രുക്മിണി ദേവിയുടെ കുട്ടികൾ, ഭഗവാന്റെ കുട്ടികളെ ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. അവര് ഭഗവാനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഭഗവാനെ കൊണ്ട് മെല്ലെ അന്തപുരിയിലേക്ക് വരികയാണ്. എന്നിട്ട് ഭഗവാൻ വന്ന ഉടനെ തന്നെ ഭഗവാന് പ്രത്യേക ഒരു ആസനം കൊടുത്തു. ഭഗവാന്റെ പാദപൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ പാദപൂജ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, പാദം കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രുക്മിണി ദേവി കരയുകയാണ്. അത് കണ്ടിട്ട് ഭഗവാൻ ചിന്തിച്ചു, എന്നെ കണ്ടപ്പോൾ രുക്മിണി സന്തോഷിക്കുന്നുണ്ട്, കരയുന്നുണ്ട്, അതെന്താ ഇങ്ങനെ? അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ രുക്മിണി ദേവിയോട് ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? ആരെങ്കിലും നീയായിട്ട് തർക്കിച്ചോ? നിന്റെ സേവകര്, ദാസിമാർ ആരെങ്കിലും നീയായിട്ട് തർക്കിച്ചോ? അതോ നമ്മുടെ കുട്ടികൾ നീ പറയുന്നത് കേൾക്കുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? നീ കരയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. ഉടൻ തന്നെ രുക്മിണി ദേവി ഭഗവാനെ നോക്കിയിട്ട് പറഞ്ഞു, നിനക്ക് അറിഞ്ഞൂടെ ഞാൻ കരയുന്നത് എന്തിനാണെന്ന്? അറിയത്തില്ലേ? രാധാറാണിക്ക് അറിയാം ഞാൻ എന്തിനാ കരയുന്നത്. രാധാറാണിക്ക് നന്നായിട്ട് അറിയാം ഞാൻ എന്തുകൊണ്ടാണ് കരയുന്നത്. നീ ഇവിടെ വന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പക്ഷേ ഒരു ദിവസം നീ എന്തായാലും ഇവിടുന്ന് വിട്ടു പോകത്തില്ലേ? നീ എന്നെ വിട്ടിട്ട് ഒരിക്കലും പോകത്തില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കരയത്തില്ലെന്ന്. ഉടൻ തന്നെ ഭഗവാൻ ആശ്വസിപ്പിച്ചു. ഭഗവാൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ നിന്നെ ഒരിക്കലും കരയിപ്പിക്കത്തില്ല എന്ന്. അങ്ങനെ ഭഗവാൻ രുക്മിണി ദേവി ആശ്വസിപ്പിച്ചു. എന്നിട്ട് ഭഗവാൻ രുക്മിണി ദേവി അടുത്ത് പിടിച്ച് ഇരുത്തി കണ്ണീരൊക്കെ തുടച്ചു. ആ സമയത്ത് നാരദമുനി ജനാല ഭാഗത്ത് നിൽക്കുവാൻ ഒളിച്ചിരുന്ന് കാണുകയാണ്. നാരദ മഹർഷിക്ക് ജയ. അന്നേരം നാരദ മഹർഷിയെ ഭഗവാൻ കണ്ടപ്പോൾ ഉടനെ പറഞ്ഞു, ഓ ഗുരുദേവ. നാരദ മഹർഷിയെ ഭഗവാൻ ഗുരുദേവ എന്ന് വിളിക്കുന്നു. ഗുരുദേവ് വരൂ. അന്നേരം ഭഗവാൻ രുക്മിണി ദേവി എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരുന്നപ്പോഴാണ്, ഓ രക്ഷകനായിട്ട് നാരദ മഹർഷി എത്തിയല്ലോ എന്ന് ഭഗവാൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് രുക്മിണി ദേവിയും ഭഗവാനും കൂടെ ചേർന്ന് നാരദ മഹർഷി ഇരുത്തി. എന്നിട്ട് നാരദ മഹർഷിയുടെ പാദപൂജ ചെയ്യാൻ തുടങ്ങി. അന്നേരം പാദപൂജ ചെയ്യുന്ന സമയത്ത് നാരദ മഹർഷി വളരെ ടെൻഷനിലാണ് എന്ന് തോന്നി. അന്നേരം ഭഗവാൻ ചോദിച്ചു, ഇന്നത്തെ ദിവസം എന്താ സംഭവിച്ചിരിക്കുന്നത്? എൻ്റെ ഭാര്യ രുക്മിണി കരയുന്നു, എന്നിട്ട് എൻ്റെ ഗുരുവും വളരെയധികം ടെൻഷനിലായിട്ട് കാണപ്പെടുന്നു. പൊതുവെ അങ്ങ് എപ്പോഴും വളരെ ശാന്തനായിട്ടല്ലേ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം നാരദ മഹർഷി അടുത്ത് ചോദിച്ചു, എന്താണ് അങ്ങയുടെ ഈ അശാന്തതയ്ക്ക് കാരണമെന്ന് ചോദിച്ചു. നാരദ മഹർഷി പറഞ്ഞു, ഭഗവാനെ, ഭൂമിയിലെ പല ലക്ഷണങ്ങൾ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു വളരെ ഘോരമായിട്ടുള്ള കലിയുഗം വരാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാം അറിയാലോ. പൊതുവെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ ആ രാത്രി മാറുന്നത് പോലെ സൂര്യ ഉദിക്കുന്നതിൻ്റെതായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത്. അതേപോലെ കലിയുഗം, ദ്വാപരയുഗം അവസാനിക്കാറായി, കലിയുഗം ആരംഭിക്കാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ ആൾക്കാർ പൊതുവെ ഭൗതികതയിൽ കൂടുതൽ മുങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ലൈംഗിക ത്വര ഒരുപാട് വർദ്ധിക്കുന്നു. അങ്ങനെ കലിയുടെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം കലി ആഗതമാകുന്നു എന്നതിൻ്റെ അർത്ഥം അങ്ങ് ഇവിടുന്ന് അപ്രത്യക്ഷനാകുന്നു എന്നതും കൂടെ അല്ലേ? അതായത് സൂര്യൻ ഉദിക്കുന്നതിനനുസരിച്ച് രാത്രി ഇരുട്ട് മറയുകയാണല്ലോ, ഇരുട്ട് മാറുകയാണല്ലോ. അതേപോലെ ഇവിടെ കലി വളരെ ശക്തമാവുന്നതിനനുസരിച്ച് അങ്ങും ഇവിടുന്ന് അപ്രത്യക്ഷമാവുമല്ലേ. അതുകൊണ്ട് ഭൗതിക ലോകത്തുള്ള ബദ്ധാത്മാക്കൾക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്?
എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. കലിയുഗത്തിലുള്ള ഈ സാധാരണ ജനങ്ങളെ എങ്ങനെ രക്ഷിക്കാനാണ്? കലിയുഗത്തിലുള്ള അവരെക്കുറിച്ച് ഓർത്ത് എനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു എന്ന് നാരദ മഹർഷി പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ കൃഷ്ണൻ രുക്മിണി ദേവി പറഞ്ഞതിനെ കുറിച്ച് ചിന്തിച്ചു. എന്താണ് ചിന്തിച്ചത്? രാധാറാണിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്താണ് രുക്മിണി ദേവി കരഞ്ഞതിൻ്റെ കാരണവും. അന്നേരം ഒരേ സമയത്ത് രുക്മിണി ദേവി പറഞ്ഞ കാര്യവും ഭൗതിക ലോകത്തുള്ള ബദ്ധാത്മകളെ കുറിച്ചുള്ള കാര്യങ്ങളും കലിയുഗത്തിലുള്ള ആൾക്കാരെക്കുറിച്ചും ഭഗവാൻ ചിന്തിച്ചു തുടങ്ങി. അന്നേരം ഒന്ന് ആലോചിച്ച് നോക്കണം, നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭുവിൻ്റെ അവതാരം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നൊന്ന് ആലോചിച്ചു നോക്കണം. അതായത് ദ്വാപര യുഗത്തിൽ ഭഗവാൻ കൃഷ്ണൻ എത്ര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. എല്ലാം ഒരാൾ തന്നെയാണ്. സർവോപരി ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ്. പക്ഷേ നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ചൈതന്യ മഹാപ്രഭു എത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് നമ്മൾ നാമം ജപിക്കുന്നതും ഭക്തിയിൽ എന്തെങ്കിലും ഒരു ഇതുള്ളത് ചൈതന്യ മഹാപ്രഭു വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഈ കലിയുഗം ഇതൊന്നും അല്ല. ചൈതന്യ മഹാപ്രഭു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പൊതുവേ ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കലാണ് വരുന്നത്. അന്നേരം ആ ചൈതന്യ മഹാപ്രഭു വന്നപ്പോൾ മുതൽ ഒരു സുവർണ യുഗം എന്ന് പറയും. കലിയുഗത്തിനകത്തുള്ള ഒരു സുവർണ സത്യയുഗം അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതൊരു 10,000 വർഷം വരെ ഉണ്ട്. അതിൽ 500 വർഷത്തോളം കഴിഞ്ഞു. ഇനി 9,500 വർഷങ്ങൾ ഇനിയുണ്ട്. അത് ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ്. അതില്ലായിരുന്നെങ്കിൽ ഇതൊന്നും അല്ല അവസ്ഥ. ഒന്ന് ആലോചിച്ചു. വളരെ സിമ്പിളാണ്. നാമജപം ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മൾ ജപിക്കുന്നു അല്ലേ? നാമജപം ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? സത്സംഗം ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ഭാഗവതം ലഭിച്ചില്ലായിരുന്നു എങ്കിൽ നമ്മൾ എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? ഭഗവത്ഗീത ഇല്ലായിരുന്നു. ഇതൊക്കെ ഭഗവാൻ നൽകിയിട്ട് പോയി. പക്ഷെ ഇതിനെ റിവൈവ് ചെയ്യിപ്പിച്ചത്, പുനർജാഗൃതമാക്കിയത് ചൈതന്യ മഹാപ്രഭുവാണ്. ഈ ഭക്തി പ്രക്രിയ നമ്മുടെ ഭാരതത്തിൽ മൊത്തത്തിൽ ഭക്തി പ്രക്രിയ ഇത്രയും വ്യാപിപ്പിച്ചത് ചൈതന്യ മഹാപ്രഭുവാണ്. മഹാപ്രഭു പല പല സ്ഥലങ്ങളിൽ സന്ദർശിച്ച് പല പല സാധുജനങ്ങൾ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിലും അവരിലൂടെ അതെല്ലാം തീർന്നിരുന്നു. മഹാപ്രഭുവാണ് ഇതെല്ലാം കൂടെ കണക്ട് ചെയ്യിപ്പിച്ചത്. മഹാപ്രഭുവും മഹാപ്രഭുവിൻ്റെ പാർഷദരും. ഇനി മഹാപ്രഭുവിൻ്റെ പാർഷദരും തന്നെയാണ് പല പല സ്ഥലങ്ങളിലും മുന്നേയും നേരത്തെയും പിന്നെയും മഹാപ്രഭുവിന് ശേഷവും വന്ന് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ യുഗധർമ്മത്തെ സ്ഥാപിച്ചത് ചൈതന്യ മഹാപ്രഭുവാണ്. അന്നേരം മഹാപ്രഭു വന്നില്ലായിരുന്നു എന്തായിരുന്നു നമ്മുടെ അവസ്ഥ? കമൻസിലൊന്നും ഇട്ടേ. എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് നോക്കണേ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കലിയുഗവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവതാരമാണ് ചൈതന്യ മഹാപ്രഭു. അവതാരം എന്നും പറയാൻ കഴിയില്ല, സാക്ഷാൽ ഭഗവാൻ. ഒന്നുമില്ലായിരുന്നു. നമ്മൾ ഇതൊക്കെ ഇതിനേറെ പറയുന്ന പൂന്താനം, കുറൂരമ്മ, ഇവരെല്ലാവരും വന്ന ആ സമയത്താണ്. 500 വർഷം അവരൊന്നും വന്നില്ലായിരുന്നു എങ്കിൽ, പൂന്താനം വന്നില്ല, കുറൂരമ്മ വന്നില്ല, ഇവരെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്. അതറിയത്തില്ലല്ലേ? ചൈതന്യ മഹാപ്രഭുവായിട്ട് ബന്ധപ്പെട്ടാണ് ഇവരെല്ലാം ഈ ഭൂമിയിൽ വന്നത്. കറക്റ്റ് അതേ സമയത്താണ്. ഒന്നുകിൽ മഹാപ്രഭുവിന് മുമ്പേ, അല്ലെങ്കിൽ മഹാപ്രഭുവിന് ശേഷം, അല്ലെങ്കിൽ മഹാപ്രഭുവിൻ്റെ കൂട്ടത്തിൽ. അവർ ഡയറക്റ്റ്ലി മഹാപ്രഭുവിൻ്റെ ലീലയിൽ കാണുന്നില്ല എങ്കിലും നമ്മൾ ഭൂമിയിൽ മൊത്തത്തിൽ ഒരു ഭക്തിയുടെ ഒരു വിപ്ലവം നടക്കുന്ന സമയമായിരുന്നു 500 വർഷത്തിന് മുമ്പേ. എന്തുകൊണ്ട്? ചൈതന്യ മഹാപ്രഭു വന്ന സമയമാണ്. അത്രയ്ക്ക് ഒരു സുവർണ യുഗത്തിൻ്റെ ആരംഭമായിരുന്നു 500 വർഷം മുമ്പേ. നമുക്ക് തുടരാം. അപ്പോൾ കലിയുഗത്തിലുള്ളവരെ രക്ഷിക്കണം എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ചിന്തിക്കുമായിരുന്നു. എന്നിട്ട് അതേ സമയത്ത് രുക്മിണി ദേവി പറഞ്ഞ ആ വാക്കുകളും ഭഗവാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ഞാൻ കലിയുഗത്തിൽ വീണ്ടും വരും. ഞാൻ രാധാറാണിയുടെ ഭാവവും രാധാറാണിയുടെ നിറവും സ്വീകരിച്ചു വരും. എൻ്റെ ദേഹത്തിൻ്റെ നിറം സ്വർണ്ണ നിറമായിരിക്കും. അതുകൊണ്ട് എല്ലാവരും എന്നെ ഗൗരാംഗ എന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ഗൗരാംഗ മഹാപ്രഭു കി ജയ.
അങ്ങനെ ഇതാണ് എല്ലാ യുഗചക്രത്തിലും മഹാപ്രഭു അവതരിച്ചിരുന്നു. വേറെ ചൈതന്യ മഹാപ്രഭു വരുന്നത് ഞാൻ പറയില്ല, നേരത്തെ വേറെ ശ്രീകൃഷ്ണ ഭഗവാൻ വരുന്ന പോലെ അത് ഭഗവാൻ തന്നെയാണെങ്കിലും ഡയറക്റ്റ് കൃഷ്ണപ്രേമം നൽകത്തില്ല. നാമജപം ജപിച്ച് മോക്ഷപ്രാപ്തി, അത്രയേ ഉള്ളൂ. ഇത് നേരെ ഗോലോകം വൃന്ദാവനം. എപ്പോഴും ആലോചിക്കുക, ബ്രഹ്മദേവന്റെ ദിവസത്തിൽ ഒരിക്കൽ ഭഗവാൻ വരുമ്പോൾ മാത്രമേ വൃന്ദാവനത്തിലെ ഗേറ്റ് ഓപ്പൺ ആവത്തുള്ളൂ. വൃന്ദാവനം, ഗോലോക വൃന്ദാവനം എന്ന് പറയുന്ന ഭഗവാന്റെ ആധ്യാത്മിക ലോകം, ആ ഗേറ്റ് തുറക്കുന്നത് ഭഗവാൻ വരുമ്പോൾ മാത്രമാണ്. പ്രത്യേകിച്ച് ചൈതന്യ മഹാപ്രഭു. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് വൃന്ദാവന ലീലകൾ ആടി നമ്മൾക്ക് കാണിച്ചിട്ട് തന്നിട്ട് പോയി. പക്ഷെ എൻട്രൻസ് കിട്ടിയിട്ടില്ല, ഭാഗവതം കിട്ടി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഒരു പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെടുന്നതിന് മുമ്പേ നിങ്ങൾ ഭാഗവതം എങ്ങനെയാണ് കണ്ടിരുന്നത്? ഇപ്പോൾ നിങ്ങൾ ഭാഗവതം എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഭാഗവതമൊക്കെ പഠിക്കുന്നുണ്ട്, ഭാഗവത സപ്താഹമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നുവെങ്കിലും നമുക്ക് ഇത്രയും ഗോലോക വൃന്ദാവനം, ഭഗവാന്റെ വൃന്ദാവനത്തിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഗോപികമാര്, ശ്രീമതി രാധാറാണി ആരാണെന്നൊക്കെ നമുക്ക് ഇത് ഇത്രയും മനസ്സിലായോ? അതിപ്പോഴല്ലേ? ഇതിനു മുമ്പേ നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അല്ലേ? അന്നേരം ഒന്ന് ആലോചിച്ചു. അതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഡിഫറൻസ്. മഹാപ്രഭു വരുമ്പോഴാണ് നമുക്ക് ഇത്രയും ആക്സസ് കിട്ടുന്നത്. അതിന് മുമ്പേ തന്നെ നമുക്ക് ഭക്തിയുടെ ഒരു അടിത്തറ കിട്ടിയത് പോലും മഹാപ്രഭുവിലൂടെയാണ്. കാരണം നമുക്ക് ഗുരുവായൂരപ്പനോടൊരു ഇഷ്ടമുണ്ട്. അന്നേരം പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാന, മേൽപ്പത്തൂർ നമ്പൂതിരിപ്പാടിൻ്റെ മേൽപ്പത്തൂർ നമ്പൂതിരിപ്പാടിൻ്റെ നാരായണീയം, അല്ലേ, കുറൂരമ്മയുടെ ചരിതം, ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ ഇത്രയും ആഴത്തിൽ കയറി എന്തുകൊണ്ട്? അവർ വന്നതുകൊണ്ടല്ലേ. അവരെ പറഞ്ഞയച്ചതുപോലും ചൈതന്യ മഹാപ്രഭുവാണ്. ആ ഭാഗവതം നമുക്ക് ലഭിച്ചത് മഹാപ്രഭുവിലൂടെയാണ്. ഒന്ന് ആലോചിച്ചു. അന്നേരം നമ്മൾ പോലും അറിയാതെ എത്രത്തോളം ചൈതന്യ മഹാപ്രഭു നമ്മളോട് കാരുണ്യം കാണിച്ചു എന്ന് ആലോചിച്ചു നോക്കണം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ ഭഗവാൻ തീരുമാനിച്ചു, എന്താണ്? ഞാൻ സുവർണ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ പേര് ഗൗരാംഗൻ എന്നായിരിക്കും. ഭഗവാൻ കൃഷ്ണൻ ഉടൻ തന്നെ നാരദ മഹർഷിയെടുത്ത് പറഞ്ഞു, എല്ലാ ദേവന്മാരോടും പറയൂ, അവരെല്ലാവരും ബംഗാൾ പ്രദേശത്ത് അവതരിക്കാൻ പറയും. എന്നിട്ട് ഈ ഭൂമി മൊത്തം ഹരിനാമത്തിൽ നമുക്ക് മുക്കാമെന്ന് പറഞ്ഞു. ഹരേ കൃഷ്ണ. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എങ്ങനെയാണോ ദ്വാപരയുഗത്തിൽ ഭഗവാൻ അവതരിക്കുമ്പോൾ ഭഗവാനെ സഹായിക്കാനായിട്ട് ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിൽ നിന്നും ഭഗവാന്റെ പാർശ്വതർ വരും, ഗോലോകത്തിൽ നിന്നൊക്കെ, അല്ലേ? അതുകൂടാതെ ദേവലോകത്തിൽ നിന്നും പല ആൾക്കാർ ഇതിൻ്റെ ഭാഗമാകാറുണ്ട് ഭഗവാനെ സഹായിക്കാനായിട്ട് യുദ്ധത്തിൽ. അതേപോലെ നിങ്ങൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ പരമ്പരയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രചരണത്തിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം നിങ്ങളാരും സാധാരണ വ്യക്തികളല്ല. നിങ്ങളെല്ലാവരും മഹാപ്രഭുവായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ആക്റ്റീവായിട്ട് ഭഗവാന്റെ സേവനത്തിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഇത്രയും കേരളത്തിൽ ഇത്രയും മലയാളികൾ ഉണ്ടായിട്ട് നിങ്ങൾ യു ആർ ദ ചോസൻ വൺ. മഹാപ്രഭുവിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാർഷദരാണ് നിങ്ങൾ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്കതൊന്നും ഓർമ്മ കാണത്തില്ല. നിങ്ങൾക്കിപ്പോൾ ഓർമ്മ കാണുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിതമായിരിക്കും. പക്ഷെ നിങ്ങൾ വന്നതേ ചിലപ്പം ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയായിരിക്കും. അതായത് ഭഗവാൻ ഗുരുവായൂരപ്പൻ, ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ വന്ന സമയത്ത് എങ്ങനെയാണോ യാദവ കുലത്തിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു, വൃന്ദാവനവാസികൾ കുറേ പേരുണ്ടായിരുന്നു, അല്ലേ, പാണ്ഡവർ, ഇങ്ങനെ ഒരുപാട്. ഇതെപ്പോഴും ഉള്ളൊരു ഡൗട്ടാണ്, എന്താണ് അവിടെ അവതരിക്കാൻ കാരണം? അവിടെ ഭക്തി വളരെ കുറവായിരുന്നു.
ബംഗാൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ്. ബ്രിട്ടീഷുകാരുടെ തലസ്ഥാനമായിരുന്നു ബംഗാൾ. നമ്മൾ ഇന്നത്തെ ബംഗാളിനെ കുറിച്ച് ചിന്തിക്കരുത്. ഇന്ന് നമ്മൾ വളരെ സാധാരണക്കാരായിട്ടുള്ള ബംഗാളികളെ നമ്മൾ കാണുന്നുള്ളൂ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൊക്കേഷനായിരുന്നു ബംഗാൾ എന്ന് പറയുന്നത്. അത് ഗൗഡദേശം എന്ന് പറയും. ഗൗഡദേശം എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ താമസിച്ചിരുന്ന സ്ഥലമാണ്. അതിൽ ഹിമാലയത്തിൻ്റെ എൻഡ് മുതൽ അടിവാരം മുതൽ നമ്മുടെ വിന്ധ്യാചല പർവ്വതം മുതൽ റൈറ്റ് സൈഡിൽ ആ ബംഗ്ലാദേശ് മൊത്തം വലിയ നമ്മുടെ ഭാരതത്തിലെ സ്റ്റേറ്റായിട്ട് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ വലിയൊരു സ്റ്റേറ്റ് ആയിരുന്നു ബംഗാളി ഭാഷ സംസാരിക്കുന്ന പ്രദേശം. അതിൽ ഒറീസ അതൊക്കെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നു. വലിയൊരു പ്രദേശമായിരുന്നു ബംഗാൾ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഭാരതത്തിലെ ഒരു പ്രധാന സ്ഥലമായിരുന്നു. ഭാരതത്തിൻ്റെ സംസ്കാരം തന്നെ അതിൽ നിന്നാണ്. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഫൈറ്റേഴ്സ് അവിടെ നിന്നാണ്. നമ്മൾ പാടുന്ന ജനഗണമന ഇതൊക്കെ ശ്രീ രവീന്ദ്രനാഥ് ടാഗോർജി അദ്ദേഹം രചിച്ചല്ലേ. അന്നേരം വലിയ വലിയ ഫ്രീഡം ഫൈറ്റേഴ്സ് മഹാപണ്ഡിതന്മാരൊക്കെ അവിടെ നിന്നാണ് വരുന്നത്. നിങ്ങൾ അറിഞ്ഞൂടെ? ഹിസ്റ്ററി ഒന്നും പഠിക്കാറില്ലേ? ബംഗാൾ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഓഫ് ഇന്ത്യ. ഇപ്പോൾ അത് ഖണ്ഡിച്ച് കുറേ ബംഗ്ലാദേശിലേക്ക് പോയി, കുറേ ഈ സ്റ്റേറ്റായി ആ സ്റ്റേറ്റായി, ഇപ്പം ചുരുങ്ങി വെസ്റ്റ് ബംഗാളിൽ ഒതുങ്ങി നിൽക്കുകയാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ അന്ന് ഒരു തലസ്ഥാനമായിരുന്നു. ഈ ബംഗാൾ പ്രദേശത്തിൻ്റെ മൊത്തത്തിലൊരു ഹെഡ് ക്വാർട്ടേഴ്സ് ആയിരുന്നു ഇന്നത്തെ വെസ്റ്റ് ബംഗാൾ. ഏറ്റവും കൂടുതൽ മഹാപണ്ഡിതന്മാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അതുകൊണ്ടാണ് ഭഗവാൻ അവിടെ തിരഞ്ഞെടുക്കുന്നത്. കാരണം തലയിൽ നിന്ന് തുടങ്ങണമല്ലോ. നേതൃത്വം വഹിക്കുന്ന വ്യക്തികൾ ആരാണോ അവിടെ നിന്ന് തുടങ്ങും. ക്ലിയർ ആവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ അതിൽ ഒരിക്കലും റീജിയനാലിറ്റി കൊണ്ടുവരരുത്. നമ്മൾ മലയാളികൾ, അത് ബംഗാളികൾ, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ചിന്തിക്കരുത്. പൊതുവേ ബോൺ ലീഡേഴ്സ് ആയിരുന്നു അവിടുത്തെ ആൾക്കാർ. അതൊരു പരമാർത്ഥമാണ്. നമ്മൾ എപ്പോഴും അത് മനസ്സിലാക്കണം. കാരണം പാണ്ഡവർ ഭരിച്ചിരുന്നത് ഹസ്തിനപുരി. അവിടെ നിന്നായിരുന്നു ലോകത്തിലുള്ള എല്ലാ രാജാക്കന്മാരും അവരുടെ അധീനതയിൽ ഇരിക്കാൻ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു എന്നുള്ളതാണ്. പണ്ട് മുതലേ അങ്ങനെയാണ്. കാരണം ആ ഒരു പ്രദേശത്ത് ഒരു ജനിക്കുന്ന വ്യക്തികൾ കൂടുതൽ പുണ്യാത്മാക്കളാണ്. നമ്മൾ പൊതുവെ മലയാളികൾ ഭയങ്കര അഭിമാനിക്കുന്നു, നമ്മൾ വലിയ ആൾക്കാരാണ്, വലിയ ബുദ്ധിമാന്മാരാണ് നമ്മൾ കരുതുന്നു. പക്ഷെ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പുണ്യാത്മാക്കൾ ഈ ധാമത്തിൽ ജനിക്കുന്നവരാണ്. ഉത്തർപ്രദേശ്, ബംഗാൾ, ഇവിടെ ജനിക്കുന്നവരാണ് ഏറ്റവും പുണ്യാത്മാക്കൾ. നമ്മളും നിർഭാഗ്യരൊന്നുമല്ല. പരശുരാമ ക്ഷേത്രത്തിലാണ് നമ്മൾ ജനിച്ചിരിക്കുന്നത്. പക്ഷെ എന്നാലും ഉത്തർപ്രദേശിൽ എല്ലാ ധാമങ്ങളും, അയോധ്യ അവിടെ, മധുര അവിടെ അല്ലേ, ബംഗാളിലാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ. അതുകൊണ്ട് എന്തുകൊണ്ട് അവിടെ തിരഞ്ഞെടുത്തു എന്നല്ല ചിന്തിക്കേണ്ടത്, എന്തുകൊണ്ട് നമ്മൾ അവിടെ പോയില്ല, നമ്മളവിടെ ജനിച്ചില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭഗവാൻ എന്തുകൊണ്ട് അവിടെ അവതരിച്ചു എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മൾ എന്തുകൊണ്ട് അവിടെ ജനിച്ചില്ല. അതായത് ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും ആ രാജ്യങ്ങളിൽ സനാതനധർമ്മം ഇന്നും കുറച്ചെങ്കിലും ആചരിക്കപ്പെടുന്നത് നമ്മുടെ ഭാരതത്തിലാണ്, ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥസ്ഥലങ്ങൾ, അന്നേരം ഇന്ത്യയിൽ ജനിക്കുന്നത് തന്നെ വലിയൊരു മഹാസൗഭാഗ്യമാണ്. ഇനി ഇന്ത്യക്കകത്ത് ഇങ്ങനെയുള്ള തീർത്ഥസ്ഥലങ്ങളിൽ ജനിക്കുന്ന ഇതിനും വലിയ ഭാഗ്യശാലികളാണ്. ആണോ അല്ലേ? അന്നേരം നമ്മൾ മലയാളികളാണെന്ന് പറഞ്ഞ് വെറുതെ അഹങ്കരിക്കരുത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഏറ്റവും വലിയ ഭാഗ്യശാലികൾ അവിടെ ജനിച്ചവരാണ്. അവർക്ക് ചിലപ്പോൾ അതിൻ്റെ മഹത്വം അറിയത്തില്ല. പക്ഷെ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ, ആ ഒരു പരമാർത്ഥത്തെ. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? അപ്പോൾ മഹാപ്രഭു സാക്ഷാൽ ഗുരുവായൂരപ്പൻ തീരുമാനിച്ചു എല്ലാ ദേവന്മാരോടും ബംഗാൾ പ്രദേശത്ത് പോയി അവതരിക്കാൻ പറഞ്ഞു. അതായത് നേരത്തെ എങ്ങനെ ഭഗവാൻ യു പിയിൽ പോയി അവതരിക്കാൻ പറഞ്ഞു അല്ലേ? ത്രേതായുഗത്തിൽ ഭഗവാൻ പറഞ്ഞു, ഞാൻ
രാവണ അന്തകനായിട്ട് രാക്ഷസകുലത്തെ നശിപ്പിക്കാനായിട്ട് ഞാൻ അയോധ്യയിൽ അവതരിക്കാൻ പോവുകയാണ്. നിങ്ങളെല്ലാവരും വാനരന്മാരായിട്ടും അയോധ്യാവാസികളായിട്ടും ഒക്കെ ജനിക്കാൻ പറഞ്ഞു അല്ലേ. പിന്നെ മധുരയിലും ഞാൻ വരാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതേപോലെ ഭഗവാൻ തിരഞ്ഞെടുത്തു. ഇനിയിപ്പോൾ ഭഗവാനോട് എന്ത് പറയാൻ പറ്റും? കേരളം എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? ഭഗവാന്റെ ഇഷ്ടം. ഭഗവാൻ യുപിക്കാരനും അല്ല, ബംഗാളിയല്ല, മലയാളിയല്ല. ഭഗവാൻ യൂണിവേഴ്സലാണ്. എല്ലാം ഭഗവാന്റെ ആണല്ലോ. അന്നേരം ഭഗവാന് ഇഷ്ടം തോന്നി ബംഗാളെങ്കിൽ ബംഗാള്, അത്രയേ ഉള്ളൂ. എവിടെയായാലും അത് ഭഗവാനല്ലേ. അതുകൊണ്ട് ഭഗവാൻ ബംഗാളി ആവുന്നില്ല, യുപിക്കാരനും ആവുന്നില്ല, പക്ഷെ ആണെന്താനും. അതുകൊണ്ട് നമ്മൾ ഹിന്ദിയും പഠിക്കണം, ബംഗാളിയും പഠിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ്. അമി ബംഗ്ലോ നാ ജാനി. ബംഗ്ലോ ഒക്കെ പഠിക്കണം. നമ്മൾ ബംഗ്ലാ എന്ന് പറയുമ്പോൾ ഉടനെ നമ്മൾ വിചാരിക്കുന്നത് ബംഗ്ലാദേശിക്കാർ, കള്ളന്മാർ, ഫ്രോഡുകൾ, നമ്മുടെ വീട്ടിൽ ചേട്ട എന്ന് പറയുന്ന ബംഗാളികളെയാണ് നമ്മൾ ഓർക്കുന്നത്. നമ്മുടെ വീട്ടിൽ ജോലി ചെയ്യുന്ന ആ ബംഗാളികളില്ല. അവരൊക്കെ എന്ന് പറഞ്ഞാൽ, ഈ ബംഗാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബംഗാളികളല്ല. അവരെന്ന് പറഞ്ഞാൽ ഭയങ്കര ലീഡേഴ്സാണ്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആയല്ലോ അല്ലേ? അന്നേരം ഇവിടെ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമ്മളിൽ ചില വ്യക്തികൾ, പ്രത്യേകിച്ച് ദീക്ഷയെടുത്ത് ഭഗവാന്റെ പ്രചരണം ചെയ്യുന്ന വ്യക്തികൾ, ഇന്നും ഇപ്പോഴും ഇനിയും മുന്നോട്ടും ഈ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് ഭഗവാന്റെ പ്രചരണം ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ ആരും സാധാരണ വ്യക്തികളല്ല. ഒന്നുകിൽ ഒരു പ്രത്യേക അനുഗ്രഹം, ഭയങ്കര പ്രചരണത്തിൽ ഭയങ്കര ഒരു ഊർജ്ജമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭഗവാന്റെ പാർഷദനാണ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം ദേവലോകവാസികളാണ്, ഉറപ്പാണ്. ദേവലോകത്തിൽ നിന്നും ഭഗവാന്റെ ഈ പ്രസ്ഥാനത്തിനെ സഹായിക്കാനായിട്ട്, പ്രചരണ പരമ്പരയെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ദേവലോകത്തിൽ നിന്നും വന്ന ദേവന്മാരുമായിരിക്കാം, ദേവലോകവാസികളുമായിരിക്കും. അവരായിരിക്കും ആണുങ്ങളായിട്ടും പെണ്ണുങ്ങളായിട്ടും ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറുന്നത് എന്ന് ആചാര്യന്മാർ പറയുന്നു. അല്ലാതെ ആർക്കും ഇതിൽ ആക്റ്റീവായിട്ട് ഇത്രയും പ്രചരണത്തിൽ നിൽക്കാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് നിങ്ങൾ ദീക്ഷ എടുത്തു, 16 മാലയൊക്കെ ജപിച്ച് 4 യമനിയമങ്ങളും പാലിച്ച് വളരെ ആക്റ്റീവായിട്ട് ഇതിൽ സർവീസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഇടാറില്ല, വരൂ സർവീസ് ചെയ്യൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തോന്നത്തില്ല. അത് പറയുന്ന എനിക്കും അറിയാം. കാരണം വരാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കൂ, എന്തോ കണക്ഷൻ ഉണ്ട്. ദേ ആർ നോട്ട് ഓർഡിനറി പീപ്പിൾ. ഫുൾ ടൈം ആയിട്ട് ഭഗവാന്റെ സേവനത്തിൽ ഏർപ്പെടുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും സാധാരണ വ്യക്തികളല്ല. അവർ വന്നിരിക്കുന്നത് തന്നെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദരാണ്. ഒന്നുകിൽ ദേവലോകവാസികൾ അല്ലെങ്കിൽ ഗോലോകവാസികൾ. എങ്ങനെയുണ്ട്? അല്ലാത്തവർക്ക് ഫുൾ ടൈം ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ലടോ, പറ്റത്തില്ല. ഫുൾ ടൈം സർവീസ് ചെയ്യാൻ പറ്റത്തില്ല. എത്ര പറഞ്ഞാലും ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ, ഭഗവാന്റെ ആൾക്കാർക്കല്ലേ ഭഗവാൻ സർവീസ് കൊടുക്കും. ഇന്നലെ നമ്മളും ദ്വാപരയുഗത്തിലെ ഓരോ ലീലകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, നമുക്കും അതിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയിരുന്നുവെങ്കിൽ, ഭഗവാന്റെ ദ്വാരക ലീലയിൽ യാദവരായിട്ട് ജനിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, വൃന്ദാവനവാസികളായിട്ട് ഭഗവാന്റെ ലീലകൾ, നമ്മൾ ഓൾറെഡി അതിനകത്താണ്. ആരാണോ ഈ ഒരു പ്രസ്ഥാനമായിട്ട്, പ്രത്യേകിച്ച് നമ്മൾ ഈ സത്സംഗം ഗോലോകൻ ട്രസ്റ്റിൻ്റെ ആയതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ട്രസ്റ്റ് ആയതുകൊണ്ട് പറയുന്നതല്ല, ഇത് ഗുരുപരമ്പരയുടെയാണ്. അത് ഈ ഒരു പ്രസ്ഥാനത്തിൽ ആർക്കെങ്കിലും ഒരു ചൂലെങ്കിലും എടുത്ത് തൂക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെ മഹാപ്രഭുവിൻ്റെ കാരുണ്യമാണ്. മഹാപ്രഭു അവരെ തിരഞ്ഞെടുത്തു എന്നാണ്. എൻ്റെ അർത്ഥം ചൂല് വെച്ച് തൂക്കുന്നത് നിസ്സാരമായിട്ടല്ല ഞാൻ പറയുന്നത്. അതായത് അത്രത്തോളം മഹാപ്രഭുവിൻ്റെ കാരുണ്യം ഒരു കിട്ടിയ വ്യക്തിക്ക് ഈ പ്രസ്ഥാനത്തിൽ നിൽക്കാൻ പോലും പറ്റും. അല്ലാത്തവരെല്ലാം ഓടും.
അന്നേരം നമ്മൾ എന്തിനാ ഈ പ്രചരണം ചെയ്യുന്നതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വ്യക്തികൾ എവിടെയൊക്കെയോ ഇരിക്കുകയാണ്, അവരെ കണ്ടുപിടിച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് പ്രചരണം ചെയ്യുന്നത്. ഭഗവാന്റെ ലോകത്തിൽ നിന്നും പിന്നെ അതുകൂടാതെ ദേവലോകത്തിൽ നിന്നും ഭഗവാന്റെ മിഷന് വേണ്ടി വന്ന കുറേ ആൾക്കാർ കേരളത്തിൽ അവിടെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പുണ്ട്, അല്ലെങ്കിൽ ലോകമെമ്പാടും മലയാളികൾ കിടപ്പുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിക്കണം. അതാണ് പ്രചരണം എന്ന് പറയുന്നത്. അന്നേരം ഒരാളോട് ഇത് ഭക്തിയെക്കുറിച്ച് പറയുമ്പോൾ അയ്യോ അവർ കേൾക്കുന്നില്ല, ഇവർ കേൾക്കുന്നില്ല, അവർക്ക് മനസ്സിലാവുന്നില്ല, ഇത് മനസ്സിലാവുന്നില്ല, അതല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. മനസ്സിലാവണോ ഞാൻ പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്ന ആളിനെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ നാരദ മഹർഷിയുടെ പറഞ്ഞു, അതുകൊണ്ട് എല്ലാവരോടും ബംഗാൾ പ്രദേശത്ത് പോയി ജനിക്കാൻ പറഞ്ഞു. എന്നിട്ട് ലോകം മുഴുവൻ ഹരിനാമ സങ്കീർത്തനത്തിൽ മുക്കാമെന്ന് തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയോ കരുതിക്കുട്ടി ഭഗവാൻ പറഞ്ഞിരിക്കുന്നു. അന്നേരം ഗുരു മഹാരാജ് പറയുന്നു, ചില വ്യക്തികൾ പെട്ടെന്ന് തന്നെ ഈ പ്രസ്ഥാനത്തിൽ, അത് സത്സംഗമൊക്കെ കേട്ട് പെട്ടെന്ന് തന്നെ ജപിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പൂർവ്വജന്മ കണക്ഷൻ ആണെന്ന് പറയുന്നു. അവർക്ക് മഹാപ്രഭുവായിട്ട്, ഗുരുവായൂരപ്പനുമായിട്ട് ഒരു നിത്യ ബന്ധമുണ്ട്. അവർക്ക് മാത്രമേ ഭഗവാന്റെ ഈ സേവനത്തിൽ പങ്കെടുക്കാൻ കഴിയൂ എന്നാണ് പറയുന്നത്. ഉടൻ തന്നെ നാരദ മഹർഷി എന്ത് ചെയ്തു? നാരദ മഹർഷി 14 ലോകങ്ങളിലുമുള്ള വാസികളെ എല്ലാവരും വിളിച്ചു. എന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരത്തെക്കുറിച്ച് പറഞ്ഞു. എന്നിട്ട് നാരദ മഹർഷി ജഗന്നാഥ് ജിയെ കാണാൻ പോയി. ജഗന്നാഥ് ബൽദേവ് സുഭദ്ര ദേവി, ഇതേ ആള് തന്നെയാണ്. അപ്പോൾ ബ്രഹ്മലോകത്ത് പോയി ബ്രഹ്മദേവനോടും പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മലോകത്ത് നിന്നും സാക്ഷാൽ ബ്രഹ്മദേവൻ ഹരിദാസ് ഠാക്കൂറായിട്ട് വന്നു. അതിനുശേഷം നാരദ മഹർഷി ശ്വേതദ്വീപിൽ പോയി. ശ്വേതദ്വീപ് എവിടെ? ഗോലോക വൃന്ദാവനത്തിൽ തന്നെ. അവിടെ ചൈതന്യ മഹാപ്രഭുവിനെ ദ്വാരകാവാസികളും വൃന്ദാവനത്തിലെ ഗോപികമാരും അഭിഷേകം ചെയ്യുന്നതായിട്ട് കണ്ടു. അന്നേരം നാരദ മഹർഷി അവിടെ നമസ്കരിച്ചു. എന്നിട്ട് അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ എപ്പോഴും സത്സംഗത്തിൽ പറയുന്നില്ലേ, ഭഗവാന്റെ ഓരോ അവതാരങ്ങളും എപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. അതായത് നരസിംഹസ്വാമി അവതരിച്ചത് ഹിരണ്യകശിപു വരം ചോദിച്ചുകൊണ്ട് മാത്രമല്ല, അങ്ങനെ ഒരു രൂപം ഭഗവാന്റെ എപ്പോഴും ഉണ്ട്. വരാഹ രൂപമുണ്ട്, മത്സ്യരൂപമുണ്ട്. അതേപോലെ ചൈതന്യ മഹാപ്രഭുവിന്റെ രൂപവും എപ്പോഴും ഉണ്ട് ഗോലോകത്ത്. പക്ഷെ ഈ ഭൂമിയിൽ ആ രൂപം വരാൻ ഒരു കാരണമുണ്ടായി. അതായത് നരസിംഹ രൂപം ഉണ്ട്, പക്ഷെ നരസിംഹ രൂപം ഭൂമിയിൽ വരാൻ ഹിരണ്യകശിപു ഒരു കാരണമായി. അതേപോലെ ഭഗവാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് രുക്മിണി ദേവിയായിട്ടുള്ള ആ ഒരു സംവാദം, നാരദ മഹർഷിയുടെ ആഗമനം, ഇതെല്ലാം കൂടെ ഒരു നിമിത്തമായി. അപ്പോൾ ഇത് ഒരേ ആള് തന്നെയാണ്. പക്ഷെ ഭഗവാൻ ഒരേ സമയത്ത് ഗോലോകത്തും ദ്വാരകയിലും എല്ലായിടത്തും ലീലകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭഗവാന് ഒരേ സമയത്ത് എത്ര സ്ഥലത്ത് വേണമെങ്കിൽ ഇരിക്കാമല്ലോ. അങ്ങനെ ഭഗവാൻ ദ്വാരകയിൽ, അതായത് ഭൂമിയിൽ ദ്വാരകയിൽ ഭഗവാനെ കണ്ടതിനു ശേഷം നാരദ മഹർഷി ജഗന്നാഥ് പുരിയിൽ പോവുകയാണ്. അതായത് ജഗന്നാഥ് പുരി കലിയുഗത്തിൽ പ്രകടമാകുന്നത് പിന്നെയാണ്. പക്ഷെ ജഗന്നാഥ് പുരി എന്നും വൈകുണ്ഠം തന്നെയാണ്. അനന്തമായിട്ടുള്ള വൈകുണ്ഠ ലോകങ്ങളിലെ ഒരു വൈകുണ്ഠമാണ് ജഗന്നാഥ് പുരി. അവിടെയും പോയി. അവിടെ പോയപ്പോൾ എന്താ പറയുന്നത്, ജഗന്നാഥ് ജി, അവിടെ ജഗന്നാഥ് രൂപത്തിലിരിക്കുന്ന ഭഗവാൻ നാരദ മഹർഷി എടുത്ത് ബ്രഹ്മലോകത്തും പോയി വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹരിദാസ് ഠാക്കൂർജി വരികയാണ്. ഹരിദാസ് ഠാക്കൂർജി ചൈതന്യ മഹാപ്രഭുവിന്റെ ലീലയിലെ പ്രധാന ഭക്തനാണ്. ഹരിദാസ് ഠാക്കൂറിന്റെ ലീല നമ്മൾ പഠിച്ചല്ലോ അല്ലെ, കൂടുതൽ വിഷ്ണുവായിട്ട് ഇതിൽ പഠിക്കും. അതിനുശേഷം നാരദ മഹർഷി നേരെ ഗോലോക വൃന്ദാവനത്തിൽ പോയി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ
തിരുനാവായിൽ പോകുമ്പോൾ തിരുനാവ മുകുന്ദൻ അല്ലേ, അതേ ഭഗവാൻ തന്നെ നമ്മുടെ ശ്രീപത്മനാഭനായിട്ടും കിടക്കുന്നു, അമ്പലപ്പുഴ കണ്ണനായിട്ടും ഇരിക്കുന്നു അല്ലേ, ഗുരുവായൂരിൽ നമ്മുടെ എല്ലാം സാക്ഷാൽ ഗുരുവായൂരപ്പനായിട്ടിരിക്കുന്നു, വൃന്ദാവനത്തിൽ ഭഗവാനുണ്ട്. അന്നേരം ഒരേ ആൾ തന്നെയാണ്. ഭഗവാൻ പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേക ലീലകൾ ചെയ്യുകയാണ്. അന്നേരം നാരദ മഹർഷി ഗോലോക വൃന്ദാവനത്തിൽ എത്തിയപ്പോൾ അവിടെ ശ്വേതദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഗോലോക വൃന്ദാവനത്തിന്റെ ഒരു ഭാഗമാണ്. അതായത് ഗോലോക വൃന്ദാവനത്തിൽ തന്നെ പല പല സെക്ഷൻസ് ഉണ്ട്. ഒന്ന്, ഗോലോക വൃന്ദാവനത്തിനകത്ത് ഗോകുൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആ ഗോകുലത്തിനകത്താണ് വൃന്ദാവനം. മൊത്തത്തിൽ ഗോലോക, ഒരാൾ ചോദിക്കുന്നു മഹാപ്രഭുവിന് പ്രത്യേക ധാമം ഉണ്ടോ ഗുരുജി? അതാണ് ഞാൻ പറഞ്ഞത്, ഗോലോകത്തിനകത്ത് തന്നെ. കാരണം ഇത് കൃഷ്ണനാണല്ലോ, മറ്റു അവതാരങ്ങൾ പോലെയല്ലല്ലോ. അപ്പം നരസിംഹസ്വാമിക്ക് വേറൊരു നരസിംഹ വൈകുണ്ഠമുണ്ട്, നാരായണ വൈകുണ്ഠമുണ്ട്. ഭഗവാൻ ശ്രീരാമസ്വാമിക്ക് അയോധ്യ ഉണ്ട്. അന്നേരം ഇത് കൃഷ്ണൻ തന്നെയാണ്, ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ ആയതുകൊണ്ട് ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് കൃഷ്ണലോകമാണ്. പക്ഷെ ആ ഗോലോക വൃന്ദാവനത്തിന് പല കാറ്റഗറീസ് ഉണ്ട്. ഗോലോക വൃന്ദാവനത്തിനകത്ത് തന്നെ ഗോകുലമുണ്ട്. ആ ഗോകുലമാണ് യഥാർത്ഥത്തിൽ വൃന്ദാവനം. യശോദ അമ്മയുടെയും നന്ദ മഹാരാജന്റെയും മകനായിട്ട് ഭഗവാൻ ഇരിക്കുന്ന ലോകം ഗോകുലം, ഗോലോക വൃന്ദാവനത്തിനകത്തെ ഗോകുലം. പിന്നെ മധുരയുണ്ട്. മധുരയിൽ ഭഗവാൻ എന്തു പറയുന്ന ദേവകി അമ്മയും വസുദേവരുമായിട്ട്, അതേ ദേവകി അമ്മയും വസുദേവരുമായിട്ട് ഭഗവാൻ ദ്വാരകയിലുണ്ട്. അന്നേരം ഗോലോക വൃന്ദാവനത്തിന്റെ പല സെക്ഷൻസ് ഉണ്ട്. അതിൽ ഗോകുലത്തിലാണ് വൃന്ദാവനം എന്ന് പറയുന്നത്. പിന്നെ മധുരയിലും ഭഗവാൻ കൃഷ്ണനുണ്ട്, ദ്വാരകയിലും ഭഗവാനുണ്ട്. ഇത് കൂടാതെ ശ്വേതദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ശ്വേതദ്വീപ്, അവിടെയാണ് മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു നിത്യവും ഇരിക്കുന്ന സ്ഥലം. ഓക്കെ, അന്നേരം അവിടെ എന്താ കണ്ടത്? അവിടെ ശ്വേതദ്വീപിൽ ശ്രീമതി രാധാറാണി സ്വയം മറ്റ് ഗോപികമാരെല്ലാവരും കൂടെ ചേർന്ന് മഹാപ്രഭുവിനെ പൂജ ചെയ്തുകൊണ്ടിരിക്കും. അത് കൂടാതെ ദ്വാരക പത്നിമാരും, ദ്വാരകയിലുള്ള ഭഗവാന്റെ പത്നി രുക്മിണി ദേവിയുടെ നേതൃത്വത്തിലുള്ള എല്ലാ പത്നിമാരും മഹാപ്രഭുവിന്റെ ആരതി ചെയ്തുകൊണ്ടിരിക്കും, അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കും. അതായത് ആ സമയത്താണ് ആരവിടെ എത്തുന്നത്? നാരദ മഹർഷി എത്തുന്നത്. അന്നേരം നാരദ മഹർഷി നമസ്കരിച്ചു ഭഗവാന്റെ മുമ്പിൽ. അന്നേരം നാരദ മഹർഷി അവിടെ കണ്ടപ്പോൾ ഭഗവാൻ അത്ഭുതപ്പെട്ടു. അന്നേരം ഏത് ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് നാരദ മഹർഷി ഇപ്പം വരുന്നതെന്ന് ഭഗവാന് മനസ്സിലായി. എന്നിട്ട് നാരദ മഹർഷി പറഞ്ഞു, എനിക്ക് ഒരുപാട് വിഷമമുണ്ട് ഭഗവാനെ, അങ്ങ് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാകുകയാണ് ഈ ബ്രഹ്മാണ്ടത്തിൽ നിന്നും. അന്നേരം അവിടെ കലിയുഗം വരാൻ പോവുകയാണ്. അന്നേരം കലിയുഗവാസികളെ അങ്ങ് രക്ഷിക്കണം എന്ന് പറയുകയാണ്. ഉടൻ തന്നെ ഭഗവാൻ എല്ലാ ഗോപിയന്മാരുടെ അടുത്തും ബാക്കിയുള്ള ദ്വാരക റാണിമാരോടും പറഞ്ഞു, ഞാൻ 4 തലയുള്ള ബ്രഹ്മദേവന്റെ ബ്രഹ്മാണ്ടത്തിലേക്ക് പോവുകയാണ് കൃഷ്ണപ്രേമം നൽകാനായിട്ട്. എൻ്റെ കൂട്ടത്തിൽ ആർക്കൊക്കെ വരാൻ? ശ്വേതദ്വീപ് ഇപ്പോൾ ഏത് സ്ഥലത്താണ് ഗുരു? നല്ല ചോദ്യം കേട്ടോ, നല്ല ചോദ്യം. ഞാനൊരു ഓസ്കർ അവാർഡ് തരുന്നുണ്ട് വരുന്ന സമയത്ത് കേട്ടോ. ഇത്രയും കേട്ടിട്ട് മനസ്സിലായി. ഗോലോക വൃന്ദാവനത്തിലെ സെക്ഷൻ ആണോ ആ ശ്വേതദ്വീപാണ് മായപ്പൂർ. ശ്വേതദ്വീപ് ഒറിജിനലി ഗോലോക വൃന്ദാവനത്തിലെ സെക്ഷനാണ്. ആ ശ്വേതദ്വീപാണ് ഭൂമിയിൽ മായപ്പൂർ. അന്നേരം ഉടനെ ഭഗവാൻ, അന്നേരം ഒരേ സമയത്ത് പല ലീലകൾ നടക്കുകയാണ്. അന്നേരം നാരദ മഹർഷി അവിടെയും പോയി, ശ്വേതദ്വീപിലും പോയി, ഗോലോക വൃന്ദാവനത്തിലെ ശ്വേതദ്വീപിലും പോയി മഹാപ്രഭുവിനോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ ഉടനെ മഹാപ്രഭു തീരുമാനിച്ചു, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഭൂമിയിൽ പോയി കൃഷ്ണപ്രേമം നൽകാനായിട്ട് പോവുകയാണ്, 4 തലയുള്ള ബ്രഹ്മദേവന്റെ ബ്രഹ്മാണ്ടത്തിൽ ഞാൻ പോവുകയാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആരൊക്കെയാണ് എൻ്റെ കൂട്ടത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവർക്കും വരാൻ താല്പര്യമുണ്ട്. അന്നേരം അവിടെ വെച്ച് തന്നെ മഹാപ്രഭു പറഞ്ഞു, ഞാൻ ഭാരത പ്രദേശം മൊത്തം പ്രചരിപ്പിക്കും. അപ്പോഴാണ്
മഹാപ്രഭു ശ്വേതദ്വീപിൽ വെച്ച് പറയുകയാണ്, ഞാൻ എൻ്റെ സേനാപതി ഭക്തനെയും ഞാൻ പറഞ്ഞയക്കും, അദ്ദേഹം ലോകമെമ്പാടും എൻ്റെ പ്രചരണത്തെ പ്രചരിപ്പിക്കുന്നു. ഇതാരാണ്? ശില പ്രഭുപാദ്. അതായത് ശ്വേതദ്വീപിൽ വെച്ച് ചൈതന്യ മഹാപ്രഭു നാരദ മഹർഷിയുടെ പറഞ്ഞതാണ്, എൻ്റെ ഒരു മഹാപാർഷദനായ സേനാപതി ഭക്തൻ വരും, ആ സേനാപതി ഭക്തൻ ലോകമെമ്പാടും എൻ്റെ സന്ദേശത്തെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞു. രാധാറാണി സ്വയം ഗദാധർ പണ്ഡിതായിട്ട് വന്നു, നാരദ മഹർഷി ശ്രീവാസ് ഠാക്കൂറായിട്ട് വന്നു, സത്യഭാമാദേവി ജഗദാനന്ദ പണ്ഡിതായിട്ട് വന്നു. അങ്ങനെ ഭഗവാന്റെ നിത്യപാർഷദനും വന്നു, പിന്നെ ദേവലോകവാസികളും ഭഗവാന്റെ ലീലയിൽ പങ്കെടുത്തു. ബൃഹസ്പതി സർവഭൗമ ഭട്ടാചാര്യരായിട്ട് മാറി, പർവ്വതമുനി വിദ്യാവചസ്പതിയായിട്ട് മാറി. അങ്ങനെ പല പല ലോകങ്ങളിൽ നിന്നും, ആധ്യാത്മിക ലോകങ്ങളിൽ നിന്നും പല പല വ്യക്തികളും ഭഗവാന്റെ ലോകത്ത് വന്നു. ഗുരുജി ഗോലോക വൃന്ദാവനത്തിന്റെ അതേ സാമ്പിൾ സ്ട്രക്ചർ തന്നെയാണോ നമ്മുടെ ഭാരതം? ഹരേ കൃഷ്ണ, ഇതിന് ഞാൻ എന്താ പറയേണ്ടത്? കടുകുമണി എത്ര വലിപ്പം കാണും നമ്മുടെ മുമ്പിൽ? കടുകുമണി എത്ര വലുതായിരിക്കും? അത്രയേ ഉള്ളൂ എല്ലാ ബ്രഹ്മാണ്ടങ്ങളും കൂടെ ചേരുമ്പോൾ ഭഗവാന്റെ മുമ്പിൽ. ഗോലോക വൃന്ദാവനം എത്ര വലുതാണെന്നറിയാം, ഭയങ്കര ഹ്യൂജാണ്. ഇവിടെ നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയുടെ വീഡിയോസ് കാണുന്ന പോലെ ഇവിടെ UP-യിൽ പോകുമ്പോൾ നമ്മൾ ഒരു ലൈവ് വീഡിയോ കാണുകയാണ് ഗോലോക വൃന്ദാവനത്തിൻ്റെ. കംപ്ലീറ്റ് ഗോലോകത്തിലേക്കുള്ള ആക്സസ് നമുക്ക് ഇല്ല. ഭാഗികമായിട്ട് നമുക്ക് ഗോലോകത്തിൻ്റെ ഒരു ഫീല് കിട്ടും, ഗോലോകം എന്താണെന്ന്. പക്ഷേ വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ആ സ്ഥലത്തില്ല. പക്ഷേ ആധ്യാത്മിക വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ വീഡിയോ കാണുമ്പോഴും ആ വീഡിയോയുടെ ഉള്ളിലും നമുക്ക് കയറാം. അതായത് ഉത്തർപ്രദേശിൽ നമ്മൾ വൃന്ദാവനത്തിൽ പോകുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഗോലോക വൃന്ദാവനത്തിൻ്റെ ഒരു ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടേതായിട്ടുള്ള കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലും കൂടെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അതിൻ്റെ എത്രത്തോളം കാണാൻ യോഗ്യതയുണ്ട് അത്രത്തോളമേ കാണാൻ കഴിയും. അതിൻ്റെ പല പല ലെയേഴ്സ് ഉണ്ട്. എത്രത്തോളം ഹൃദയം പരിശുദ്ധമാകുന്നോ അത്രത്തോളം കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. എന്തിനേറെ പറയുന്നു, നമുക്ക് സാക്ഷാൽ ഗോലോകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും വൃന്ദാവനത്തിലൂടെ. പക്ഷെ അതിന് ഗുരു പരമ്പരയുടെ അനുഗ്രഹം വേണം. ദീക്ഷാ പ്രക്രിയയൊക്കെ സ്വീകരിക്കണം, നാമം ജപിക്കണം. അപ്പോൾ ചൈതന്യ മഹാപ്രഭു നാരദ മഹർഷിയുടെ പറഞ്ഞു, നാരദ, അങ്ങ് ബലരാമനോടും പറയൂ, എൻ്റെ ചേട്ടനായ ബലരാമനോടും വരാൻ പറഞ്ഞു. അങ്ങനെ ഉടൻ തന്നെ നാരദ മഹർഷി ബലരാമസ്വാമിയെ കാണാൻ പോയി. എന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് ബലരാമസ്വാമി അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ചൈതന്യ മഹാപ്രഭു വരികയാണെന്ന് പറഞ്ഞു, അങ്ങും വരണമെന്ന് പറഞ്ഞു. അങ്ങനെ ബലരാമസ്വാമി നിശ്ചയിച്ചു, ഏകചക്ര എന്ന് പറയുന്ന സ്ഥലത്ത് അവതരിക്കാമെന്ന് വിചാരിച്ചു നിത്യാനന്ദ അദ്ദേഹത്തിൻ്റെ പാർശ്വത്തിലൂടെ കൂടി. അന്നേരം ബലരാമസ്വാമിയുടെ അതായത് ഏകചക്രയിൽ ഭഗവാൻ വരുമ്പോൾ ഭഗവാന്റെ പാർശ്വത്തിനും ബലരാമസ്വാമിയുടെ വരും. അവരെല്ലാം ഗോപാലന്മാരാണ്, വൃന്ദാവനത്തിലെ ഗോപാലന്മാരാണ് നിത്യാനന്ദ പ്രഭുവിനെ സഹായിക്കാനായിട്ട് വരുന്നത്. ഇനി മുന്നോട്ട് നമ്മൾ മനസ്സിലാകും, എൻ്റെ അടിയൻ്റെ ഗുരു മഹാരാജ് നിത്യാനന്ദ പ്രഭുവിൻ്റെ നിത്യപാർശ്വതനാണ്. എൻ്റെ അർത്ഥം ഗോലോകത്തിലെ ഭഗവാന്റെ കൂട്ടുകാരനാണ്, പ്രത്യേകിച്ച് ബലരാമസ്വാമിയുടെ അടിയൻ്റെ ഗുരു മഹാരാജ്. परम पूज्य जयप्रताप स्वामी गुरु महाराज की जय।
അന്നേരം സാക്ഷാൽ ബലരാമസ്വാമി തന്നെ നിത്യാനന്ദ പ്രഭുവായിട്ട് അവതരിക്കുകയാണ്. ഹരേ കൃഷ്ണ, ക്ഷമിക്കണം, നെറ്റ് കുറച്ച് സ്ലോ ആയിപ്പോയി. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് നിത്യാനന്ദ പ്രഭുവിൻ്റെ കാരുണ്യത്താൽ മാത്രമേ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ അനുഗ്രഹം കിട്ടാൻ പറ്റും. അങ്ങനെ നാരദ മഹർഷി പല പല സ്ഥലങ്ങളിലും, ബ്രഹ്മാണ്ടത്തിലുള്ള പല സ്ഥലങ്ങളിലും പോയി. എന്നിട്ട് അവരോടെല്ലാം ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലയിൽ മഹാപ്രഭുവിനെ സഹായിക്കാൻ, ഭഗവാന്റെ സേവനം ചെയ്യാൻ വരാൻ അഭ്യർത്ഥിച്ചു. ചൈതന്യ മഹാപ്രഭു അതൊക്കെ അവർക്ക് കിട്ടുന്ന വലിയൊരു സൗഭാഗ്യമാണ്. കാരണം സേവനം, നമ്മൾ സത്സംഗത്തിലും നമ്മുടെ ഗ്രൂപ്പിലും നമ്മൾ ഭക്തരോടൊക്കെ പറയും സേവനം ചെയ്യാൻ വരൂ എന്ന് പറയുമ്പോൾ ഒരിക്കലും അത് നിസ്സാരമായിട്ട് കാണരുത്. ഇത് ഭഗവാന്റെ സേവനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ദേവന്മാർ പോലും കൊതിക്കാവുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. അന്നേരം ഇതാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം. ഭഗവാൻ കൃഷ്ണപ്രേമം എല്ലാവർക്കും ഒരു നിബന്ധനകളും വയ്ക്കാതെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഭൗതിക ലോകത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ഗോലോകത്തിലേക്ക് എത്തിക്കുക എന്നതാണ് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലക്ഷ്യം. പൊതുവെ ഒരു ജീവാത്മാവ് ഭൗതിക ലോകത്തിൽ വന്നതിന് ശേഷം അസംഖ്യം ജന്മങ്ങൾ എടുക്കേണ്ടി വരും ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ. പക്ഷെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്താൽ ഒരു ജന്മം കൊണ്ട് തന്നെ ഭഗവാന്റെ ലോകത്തേക്ക് എത്താൻ പറ്റും. കലിയുഗത്തിലുള്ള വ്യക്തികൾ കൂടുതൽ അധർമ്മികളാണ്. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള, ഏറ്റവും എളുപ്പത്തിൽ ഹരേ കൃഷ്ണ മഹാമന്ത്ര ജപത്തിലൂടെ മാത്രം പരമോന്നത ഗോലോക പ്രാപ്തിയിലേക്ക് എല്ലാവർക്കും എത്താൻ കഴിയും. ഭഗവാന്റെ നാമം ജപിക്കുക, നൃത്തം ചെയ്യുക, പ്രസാദം കഴിക്കുക, ഭഗവാന്റെ ലീലകൾ സ്മരിക്കുക, അത്രയ്ക്ക് സിമ്പിളാണ് കലിയുഗത്തിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഈ സമ്പ്രദായത്തിലൂടെ ലഭിക്കുന്ന ശിക്ഷണങ്ങൾ. സാക്ഷാൽ ഭഗവാൻ തന്നെ ഭഗവാന്റെ ഭക്തനായിട്ട് വന്നിരിക്കുകയാണ്. ആ കൃഷ്ണപ്രേമത്തെ എല്ലാവരുടെ ഉള്ളിലും വീണ്ടും ഉണർത്താൻ വേണ്ടി. പൊതുവെ ഭഗവാൻ കൃഷ്ണൻ നിഷ്പക്ഷനാണ്, എല്ലാവരോടും ഒരേപോലെയാണ്. പക്ഷെ എന്നാലും ഓരോ വ്യക്തികൾ ഭഗവാനെ എന്തുമാത്രം ആശ്രയിക്കുന്നോ അതിനനുസരിച്ച് ഭഗവാൻ അവരെ സഹായിക്കും. അതുകൊണ്ട് നമ്മൾ ചിലപ്പം അത്രത്തോളം ഭഗവാനെ ആശ്രയിക്കാൻ പ്രാപ്തരായിരിക്കത്തില്ല. അതായത് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഭഗവാൻ നിഷ്പക്ഷനാണ്, ഭഗവാൻ എല്ലാവരെയും സഹായിക്കാൻ തയ്യാറാണ്. അന്നേരം നമ്മൾ ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ ഭഗവാൻ എല്ലാ കാര്യങ്ങളും നോക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം. ഭഗവാൻ പറയുന്നു, നിങ്ങൾ പൂർണ്ണമായിട്ടും എന്നെ ആശ്രയിക്കുകയാണെങ്കിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കാം. പക്ഷേ നമ്മൾ എന്ത് പറ്റും, കലിയുഗവാസികളല്ലേ, നമുക്ക് ഭഗവാനിൽ അത്രത്തോളം വിശ്വാസമില്ല, ഒരുപാട് പോരായ്മകൾ കാണും. അതുകൊണ്ട് ഭഗവാനിൽ നിന്നുള്ള തിരിച്ച് ഒരു നമ്മളുമായിട്ടുള്ളൊരു സാമീപ്യം നമ്മൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ആ രാജ്യത്തിൻ്റെ എല്ലാവരുടേതുമാണ്. പക്ഷേ വ്യക്തിപരമായിട്ട് ആർക്കെങ്കിലും പ്രധാനമന്ത്രിയായിട്ട് ബന്ധമുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ കാട്ടിയും ആ സ്ഥാനത്തെ കാട്ടിയും ആ വ്യക്തിയായിട്ട് ആ ഒരു സ്ഥാനത്തിൽ ഇരുന്നുകൊണ്ട് എങ്ങനെയാണോ ഇടപെടുന്നത് അതിനെക്കാട്ടിയും ഒരു വ്യക്തിബന്ധം കാണും. അതേപോലെ നമുക്ക് ഭഗവാനായിട്ടൊരു വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ ഭഗവാൻ അതിനനുസരിച്ച് കൂടുതൽ നമ്മളുമായിട്ട് ഇടപെടും. പക്ഷേ നമുക്ക് അത്രത്തോളം ഒരു താല്പര്യം ഭഗവാനോടില്ല. നമ്മുടെ ഉള്ളിലെ സ്വാർത്ഥം, കാമം, ക്രോധം, മോഹം, ലോഭം, മതം, മത്സരാദികളൊക്കെ. അതുകൊണ്ട് ഭഗവാൻ ചിലപ്പോഴൊക്കെ ഭക്തരെ ആഗ്രഹിക്കാറുണ്ട്, ഭഗവാൻ ഇത്രയ്ക്ക് നമുക്ക് സ്വാതന്ത്ര്യം നൽകണ്ടായിരുന്നു, ഭഗവാൻ നമ്മളെ അങ്ങ് രക്ഷിച്ചായിരുന്നു, കൂടുതൽ കാരുണ്യം കാണിച്ച്. കാരണം ഒരു കുട്ടിക്ക് അറിയത്തില്ലല്ലോ ശരിയും തെറ്റും എന്താണ്. അതുകൊണ്ട് അച്ഛനും അമ്മയും എങ്ങനെയാണോ കുട്ടിയെ നിർബന്ധിപ്പിച്ച് സത്യത്തിലേക്ക് കൊണ്ടുവന്നത്, അതേപോലെ ഭഗവാനെ നമ്മളെ നിർബന്ധിപ്പിച്ചിരുന്നു എങ്കിൽ എന്ന് ഭക്തർ ചിലപ്പോൾ ആഗ്രഹിക്കാറുണ്ടെന്ന്. അന്നേരം പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ ആകാൻ കഴിയില്ല. കാരണം ഭഗവാനാണ്, പരമദിവ്യോത്തമ പുരുഷനാണ്. അന്നേരം ഭഗവാൻ ആർക്കും
അവരുടെ സ്വാതന്ത്ര്യത്തിൽ ഭഗവാൻ ഒരിക്കലും ഇടപെടത്തില്ല. പക്ഷേ ചൈതന്യ മഹാപ്രഭുവായിട്ട് ഭഗവാൻ വരുമ്പോൾ ഭഗവാൻ എന്തുകൊണ്ട് ഇത്രയും കാരുണ്യം തരാൻ കഴിയുന്നു? കാരണം ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിലാണ് വരുന്നത്. രാധാറാണി എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും പരമോന്നത, ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഭക്തയാണ്. ഭഗവാന്റെ ഏറ്റവും ഉത്തമ ഭക്തയാണ്. എന്നാലും ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭഗവാനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഭഗവാന്റെ ഭക്തരാകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അന്നേരം ഭഗവാൻ കൃഷ്ണൻ മാത്രമായിരുന്നെങ്കിൽ ഭഗവാൻ ഒരിക്കലും പ്രചരണം ചെയ്തില്ലായിരുന്നു. പക്ഷെ ഭഗവാൻ ശ്രീമതി രാധാറാണിയുടെ ഭാവത്തിൽ വന്നതുകൊണ്ട് രാധാറാണിക്ക് ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുന്നത് വലിയ ഇഷ്ടമാണ്. മറ്റുള്ളവരെയും ഭഗവാന്റെ ഭക്തരാക്കി മാറ്റുന്നത് രാധാറാണിക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ചൈതന്യ മഹാപ്രഭു കൂടുതൽ കാരുണ്യം കാണിക്കുന്നു. അതുകൊണ്ട് തന്നെ ചൈതന്യ മഹാപ്രഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനെക്കാട്ടിയും കൂടുതൽ കാരുണ്യമുള്ള ആളാണ്. എന്തുകൊണ്ട്? ഭഗവാൻ കൃഷ്ണൻ തന്നെ, പക്ഷെ രാധാറാണിയുടെ ഭാവത്തിൽ. രാധാറാണിയുടെ ആ ഒരു ഭാവം കൂടെ ഭഗവാൻ കൃഷ്ണന് വരുമ്പോൾ ഭഗവാന്റെ കാരുണ്യം ഇനിയും വർദ്ധിക്കുകയാണ്. അന്നേരം ചൈതന്യ മഹാപ്രഭു ആരാ? ചൈതന്യ മഹാപ്രഭു കൃഷ്ണൻ തന്നെ, പക്ഷെ കൃഷ്ണന്റെ ഏറ്റവും കാരുണ്യമുള്ള രൂപം. ഭഗവാൻ പൊതുവെ കരുണാസാഗരമാണ്. പക്ഷെ ഭഗവാന്റെ കാരുണ്യം എങ്ങനെയായിരിക്കും? ഭഗവാനെ എത്രത്തോളം ആശ്രയിക്കുന്നു അതിനനുസരിച്ചിരിക്കും. അത് നമ്മൾ പാണ്ഡവരെ പോലെ പരിശുദ്ധ ഭക്തരാകുമ്പോഴായിരിക്കും നമുക്ക് അത്രത്തോളം കാരുണ്യം ലഭിക്കുന്നത്, അല്ലേ? അന്നേരം വൃന്ദാവനവാസികളെ, ബ്രജവാസികളെ പോലുള്ള ആ ഒരു ഭക്തി ആകുമ്പോഴായിരിക്കും നമുക്ക് അത്രത്തോളം കാരുണ്യം ലഭിക്കുന്നത്. കാരണം നമുക്ക് അത്രത്തോളം, നമ്മൾ അത്രയൊന്നും ആയിട്ടില്ലല്ലോ, അല്ലേ? അന്നേരം ശ്രീമതി രാധാറാണിയുടെ ആ ഒരു ഭാവമാണ് ചൈതന്യ മഹാപ്രഭുവിനെ, ശ്രീകൃഷ്ണ ഭഗവാനെ ഇത്രയും കാരുണ്യം തരാൻ പ്രേരിപ്പിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നത്തെ അധ്യായത്തിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇനിയും കൂടുതൽ എടുക്കണമെന്നുണ്ടായിരുന്നു. ഇന്ന് ആദ്യത്തെ ദിവസം അല്ലേ, അതുകൊണ്ട് നമുക്ക് മെല്ലെ മെല്ലെ പോവാം. ഇന്നിപ്പോൾ 8 മണി വരെ എടുത്തു. നാളെ മുതൽ 9 മണി വരെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, എന്നാലും ഇന്ന് വൈകുന്നേരത്ത് 6 മണിക്ക് നമുക്ക് വീണ്ടും കാണാം. 6 മണിക്ക് മുതൽ ഒരു 9 മണി വരെ നമുക്ക് മഹാപ്രഭുവിൻ്റെ ലീലകൾ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മഹാപ്രഭുവിൻ്റെ ലീലകൾ? നമ്മൾ ഇതിനു മുമ്പേയും കുറച്ചൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട് സത്സംഗത്തിലൂടെ, അല്ലേ? പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഇന്ന് പോകാൻ പറ്റിയല്ലോ, അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? കമൻസിൽ പറയൂ. നിങ്ങൾക്ക് ഇന്നത്തെ ലീലകൾ എങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് തുടരാം. എന്ത് പറയുന്നു? വൈകിട്ട് എടുക്കണോ? ഇന്ന് ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ പോലെയായിരുന്നു. മഹാപ്രഭു എങ്ങനെ ഈ ഭൂമിയിൽ വന്നു, മഹാപ്രഭുവിൻ്റെ ലീലകൾ എന്താണ്, മഹാപ്രഭുവിൻ്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ നമ്മളിത് പല പ്രാവശ്യം കേട്ടതാണ്. പക്ഷെ ഒന്നുകൂടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് വൈകുന്നേരത്ത്, അന്നേരം ഇങ്ങനെ ഗോർ പൂർണിമ വരെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിൻ്റെ ലീലകൾ ചർച്ച ചെയ്യാം. ഓക്കെ, ഗോർ പൂർണിമ വരെ നമ്മൾ മാക്സിമം. പിന്നെ ശിവരാത്രി വരുന്നു കേട്ടോ. എല്ലാവരും 26-ാം തീയതി ഇവിടെ ശിവരാത്രി ആഘോഷിക്കുകയാണ്. എല്ലാവരും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ബാക്കി കൂടുതൽ നമുക്ക് വൈകിട്ട് ചർച്ച ചെയ്യാം. ഇന്ന് വൈകിട്ട് നമുക്ക് 6 മണിക്ക് നമുക്ക് ഗൗരഭാഗവതം. ഇനിയും ഭയങ്കര രസകരമായിട്ടുള്ള ലീലകളാണ്. ഇതുവരെ നമ്മൾ കേൾക്കാത്ത പല പല ലീലകളുമുണ്ട്. അതൊക്കെ ഗുരു മഹാരാജിൻ്റെ കാരുണ്യത്താൽ നമുക്കതൊക്കെ ചർച്ച ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. ഇനി നമുക്ക് വൈകിട്ട് 6 മണിക്ക് കാണാം. ഹരേ കൃഷ്ണ. ഇതേപോലെ എല്ലാ ദിവസവും നമുക്ക് എടുക്കാം. രാവിലെയും 6 മണിക്കും വൈകിട്ട് 6 മണിക്കും. എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻസിലിടുക. കൂടുതൽ പേരിലേക്ക്, അവർക്കൊക്കെ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കാരുണ്യം ലഭിച്ച അവരുടെ ജീവിതം ധന്യമാണ്. അല്ലെങ്കിൽ അവരുടെ ജീവിതം എങ്ങനെയൊക്കെയോ എന്തിനൊക്കെയോ വേണ്ടി വെറുതെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അതുകൊണ്ട് മഹാപ്രഭുവിൻ്റെ കാരുണ്യം എല്ലാവർക്കും കൊടുക്കുക. അതാണ് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യം. നമുക്ക് വൈകുന്നേരത്ത് 6 മണിക്ക് കാണാം.
हरे कृष्ण। गुरु महाराज की जय। प्रभुपाद जी।